السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാനപ്പെട്ട പണ്ഡിത ശ്രേഷ്ഠന്മാരെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരെ, നല്ലവരായ നാട്ടുകാരെ, സത്യം മനസ്സിലാക്കാൻ സംഘടിച്ച സഹോദരന്മാരെ, സഹോദരികളെ, 35 വർഷം മുജാഹിദ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച ഞാൻ എന്തുകൊണ്ട് ആ പ്രസ്ഥാനവുമായി വിട പറഞ്ഞു എന്നുള്ളത് ചുരുക്കി മാത്രം പറയാൻ മാത്രമാണ് സമയം അനുവദിക്കുന്നത്. കാരണം ചുരുങ്ങിയതൊരു 3 മണിക്കൂറെങ്കിലും ആ കാര്യം പറയണം. അത്ര ചീഞ്ഞ് നാല് ദുർഗന്ധം വമിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മുജാഹിദ്. ഒരു സംശയം വേണ്ട സുഹൃത്തുക്കളെ, ഇത് നിങ്ങളെ എല്ലാവരെയും കൂടി ഞാൻ കണ്ടപ്പോൾ ആവേശം കൊണ്ട് പറയുകയാണെന്ന് മനസ്സിലാക്കേണ്ട. വല്ലാഹി സുമ്മ വല്ലാഹി, ആ പ്രസ്ഥാനം തനിയെ ഇവിടെ റഹീം സാഹിബ് പറഞ്ഞതുപോലെ, മാഷ് പറഞ്ഞതുപോലെ, അത് ഇസ്ലാമിനെ പരിചയമില്ലാത്ത, ഇസ്ലാമിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി അതിനുവേണ്ടി മാത്രം ശ്രമിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് എന്ന് എനിക്ക് വ്യക്തമായി ഉറപ്പു വന്നതിന്റെ പേരിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് 35 വർഷം മുജാഹിദ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച് ഞാൻ എന്തുകൊണ്ട് അതിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോന്നു എന്ന് പറയുമ്പോൾ വിശദമായി പറയേണ്ടതുണ്ട്. എന്നാലും ചുരുക്കി പറയാം. എന്തായാലും ആ പ്രസ്ഥാനം ദീനിനെ പരിചയമില്ലാത്ത ഒരു വിഭാഗത്തെ പടുത്തുയർത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ദീനിനെ പരിചയപ്പെടാൻ പാടില്ല. അത് എങ്ങനെ എനിക്ക് മനസ്സിലായി? ഞാൻ ഗൾഫിൽ നിന്ന് വന്ന് ഒരുപാട് കാലം ഗൾഫിലായിരുന്നു. ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം അവിടുത്തെ മുജാഹിദ് മദ്രസയിൽ, എന്റെ നാട് അങ്ങ് അടുത്താണ്, എനിക്ക് അന്വേഷിക്കാൻ, എടക്കുളത്താണ് എന്റെ വീട്. അവിടുത്തെ മുജാഹിദ് മദ്രസയിൽ, ദാറുൽ ഹുദാ മദ്രസയിൽ സദർ മുദരിസായി 4 വർഷം ഞാൻ സേവനം ചെയ്യുകയാണ്, 2003 മുതൽ. കാരണം അതിനൊരു കാരണവും ഉണ്ടായി. ഞാൻ അതിൽ കടക്കുന്ന ഒരുപാട് ചരിത്രം പറയാനുണ്ട്. പക്ഷേ അതിനുള്ളൊരു കാരണം പ്രധാനമായിട്ടുള്ള ഇവിടുത്തെ ഈ രണ്ടത്താണി ഭാഗത്തുള്ള വഹാബികൾക്കറിയാം കുഞ്ഞാവഹാജി എന്ന് പറയുന്ന ആളെ. അയാൾ എന്റെ അടുത്ത് പറഞ്ഞു, അയാളുടെ സെക്രട്ടറിയും അവിടുത്തെ സമ്പന്നൊക്കെയാണ്, പൊന്നാരന്റെ മൗലവി എന്തിയെന്ന് ചോദിച്ചു. അവ പറഞ്ഞു, അവിടെ ഞാൻ മദ്രസയിൽ കയറി, മൂപ്പരാണ് ശമ്പളം കൊടുക്കുന്നതും ആ മുജാഹിദ് അവിടെ നടത്തുമ്പോൾ ഒക്കെ ഇടക്കുളത്ത് അദ്ദേഹമാണ്. അദ്ദേഹം എന്നോട് പറയുകയാണ്, എന്താണെന്നറിയോ, ഞാൻ മദ്രസയിൽ ഒന്ന് കയറി നോക്കുമ്പോൾ, മുജാഹിദ് മദ്രസയിൽ കയറി നോക്കുമ്പോൾ അനുഭവം അദ്ദേഹം വിശദീകരിക്കുകയാണ്. എന്താ പറഞ്ഞത്? അയാൾ പഴയ കാലത്തെ കത്തപ്പലിൽ ഒന്ന, മൂപ്പര് പഴയ കാലത്തെ കത്തപ്പലിൽ ഒന്ന. കാരണം മുജാഹിദായതിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ കുറെ ആളുകൾ ഗൾഫിൽ പോയി കാശുണ്ടാവും. അങ്ങനെ കാശൊക്കെ ഉണ്ടാവും. പഴയ കാലത്ത് അവിടെ തറവാട്ടിയൊരു സമ്പന്നരായിരിക്കുന്ന കുറെ കുടുംബങ്ങൾ ഉണ്ടാവും. അവരൊക്കെ ഇപ്പൊ കുറച്ചൊക്കെ ശേഷിച്ചിട്ടുണ്ടാവും. അങ്ങനെ കാശൊക്കെ ആയിട്ട് ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഇവർക്ക് ഇവിടെ വരുമ്പോൾ മഹല്ലത്തിൽ വലിയ സ്ഥാനമാനൊന്നും ഉണ്ടാവില്ല. അവർ വല്ലാതൊന്നും മെയിൻറ്റെയിൻ ചെയ്തൊന്നും വരില്ല. അപ്പൊ ഇങ്ങനെ കായൊക്കെ ഉണ്ടായി നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യുക. പള്ളിക്ക് ജുമാ കണ്ട് ചെല്ലുമ്പോൾ കാരണന്മാരൊക്കെ മുമ്പിൽ ആ കടക്കട ഗേറ്റിന്റെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അവരിങ്ങനെ മഹമൂദൂർ അന്നാന്നൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇവർക്ക് ഇങ്ങനെ ദേഷ്യം, നമ്മളെ കമ്മിറ്റിയിൽ എടുക്കണില്ല, നമ്മളെ കമ്മിറ്റി മെമ്പർ ആക്കണില്ല, നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യണില്ല. എന്നായിരിക്കട്ടെ, നമുക്കൊരു പണിയുണ്ട്. മുജാഹിദിയരെ കൊടുത്തിട്ട് നാളെ ഒരു ബാങ്കാണ്ട് പണിച്ചിട്ട് പള്ളിയിലോ മഹല്ലത്തിലോ അവർക്ക് ഔദ്യോഗികമായ സ്ഥാനങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ അവരെന്ത് ചെയ്യും? മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാകും. അതുപോലെ തന്നെയാണ് എന്റെ നാട്ടിൽ ഈ കുഞ്ഞാവാഹാജിയും പ്രസ്ഥാനം ഉണ്ടാക്കിയത്. അയാളുടെ വാപ്പ പഴയ കാലത്ത് കത്തപ്പടിയിൽ ഓതിയിരുന്നതാണ്. ഇതിന്റെ അടുത്ത സ്ഥലമാണ്, ഒരു 5 കിലോമീറ്റർ അപ്പുറം പോയാൽ നിങ്ങൾക്കറിയാം. അങ്ങനെ മൂപ്പര് ആ കാലത്ത് മൂപ്പരും കത്തപ്പടിയിൽ ഓതിയിട്ടുണ്ട്. അങ്ങനെ അയാള് മദ്രാസിലൊക്കെ പോയി ചെരുപ്പ് കച്ചവടം ചെയ്ത് വലിയ സമ്പന്നനായി. ഇപ്പൊ മുജാഹിദിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും കുറ്റിപ്പുറം മണ്ഡലം പ്രസിഡന്റൊക്കെ കായുള്ളവരെ അവരും ആക്കുള്ളൂന്ന്. അവർക്ക് കായ പാണ്ഡിത്യം എവിടെയുള്ളത്? എ.പി. അബ്ദുൽ ഖാദർ മൗലവി എന്തിനാ മുജാഹിദായി നമുക്കൊക്കെ അറിയില്ല. ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ പറഞ്ഞുതരാം. ഭയങ്കര ചരിത്രം. അങ്ങനെ ഇയാള് ഈ പള്ളിയിൽ കയറിയിട്ട്, മദ്രസയിൽ കയറിയിട്ട് കുട്ടികൾ ഇങ്ങനെ പഠിക്കുന്ന സ്ഥലത്ത് വന്ന് നോക്കുമ്പോൾ
മൂപ്പര ആ കുട്ടികളെ ഓത്തക്കൂടി കേട്ടോ. മൂപ്പര വാപ്പ പഴയ കാലത്ത് ഉറൂഫുകളുടെ മഹാരജികളും ഇറാറും ഇഖ്ഫാവും ഇഖ്ലാബും ഇങ്ങനെ വേണ്ടുന്ന ഉന്നത്തുകളും എല്ലാം അത്യാവശ്യം പഠിപ്പിച്ചു. പഴയ ആളുകൾ നിന്റെ പാപ്പ എന്നെ പഠിപ്പിച്ചു. പഴയ ആളുകൾ എങ്ങനെയായാലും കിതാബിയ ഇൽമില്ലെങ്കിൽ തന്നെ അവർക്ക് ഉറൂഫുകളുടെ മഹാരജ് പ്രകാരം ഖുർആൻ ഓതാൻ അവർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കും. അതോടുകൂടി തന്നെ ഇഖ്ഹാർ ഇഖ്ഫാ ഇഖ്ലാബ് ഇദ്ഗാം പോലത്തെ എല്ലാ കാര്യങ്ങളും വിശദമായി പഠിക്കുകയും ചെയ്യും. അങ്ങനെ മൂപ്പരിങ്ങനെ വന്നിട്ട് പറഞ്ഞു, പൊന്നാരന്റെ ചങ്ങായി ഒരൊറ്റ ഖുർആനോതാൻ വയ്യ, അതുകൊണ്ട് എന്റെ കുട്ടി ഒന്ന് അവിടെ നിൽക്കണം. മൂപ്പർ എന്നെ കാര്യം പ്രായമുള്ളതാണ്. ഞാൻ പറഞ്ഞു, പടച്ചോനെ മുജാഹിദ് മദ്രസല്ലേ, അവിടെ റഹീം സാഹിബ് പറഞ്ഞതുപോലെ ലുഖത്തിയായിട്ട് കുറച്ച് കലമുൻ കിതാബുൻ കുർസിയും മഖ്അദുൻ അതുപോലെ തന്നെ കുറച്ച് അറബിക് പദ്യങ്ങൾ. ആ പദ്യത്തിന്റെ ഓർമ്മ ഫെബ്രുവരി മുതലക്കാത്തിന്റെ ആശ കൊണ്ടുവരാൻ പറഞ്ഞു എന്നോട് ഗൾഫിൽ നിന്നൊരു മൗലവി. അതിപ്പോ ഞാൻ ഈ സമ്മേളനത്തിൽ കണ്ടു. ഇതിൽ കൂടെ ഞാൻ മർക്കസ് സമ്മേളനത്തിലാണ് പോകുമ്പോ ആ രംഗം കണ്ടിട്ട് ഇതാ കാമത്തെ കറൻപുലി ആ കറാമ്പുലി ഒക്കെ ഇവിടെ കണ്ടിയാണ്. എന്തൊരു രസമായിരുന്നു അറിയോ. അതൊക്കെ വിശദീകരിച്ചാൽ ഇവിടുത്തെ മുജാഹിദുകാരായ നിഷ്പക്ഷമായിട്ട് ആരെങ്കിലും അറിയാതായി പോയി പെട്ടിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും സലാം പറഞ്ഞു അസ്സലാമു അലൈക്കും കണ്ടു പറയും. ആരോ പറഞ്ഞിട്ടില്ല സലാം പറഞ്ഞ് ഇങ്ങോട്ട് പോന്നാലും തന്നേരാ ബാലു ശരി. അപ്പൊ അത് എന്ത് സലാമാണാവോ? ഞങ്ങളൊക്കെ ഈ ലാൽസലാം പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവിടെ ലാൽസലാമാണല്ലോ, ഇവിടെ അസ്സലാമു അലൈക്കും. അപ്പൊ നിങ്ങളൊക്കെ ഇങ്ങോട്ട് പോരുത് കേട്ടാൽ. അപ്പൊ ആ രംഗം ഞാൻ കണ്ടു. ഇതാ കാമത്തെ കറാമ്പൂ തോട്ടത്തിൽ നിന്നും പരിമളമേറ്റു വരുന്ന മന്ദമാരുതിനെ പോലെ ആ രണ്ട് പെൺകുട്ടികൾ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെ പെൺകുട്ടികളെ വർണ്ണിച്ച് ഇങ്ങനെ പാടലാണ്. അപ്പൊ അത് രണ്ടു കൂട്ടരും കേട്ടിട്ട് വലിയ രസമാണ്. അതാണ് ഇപ്പൊ അവർക്ക് പെണ്ണില്ലാത്ത ഒരു പണിയും പറ്റില്ല. പറ്റുമോ? ജുമാക്ക് പെണ്ണ് വേണ്ടേ? വഖത്തിന് പള്ളിക്കൽക്ക് പെണ്ണ് വേണ്ട, ഇല്ലാതെ വരൂ. സമ്മേളനം കഴിക്കാൻ പെണ്ണുങ്ങൾ പട വേണ്ടേ? ഏതിനാ അവർക്ക് പെണ്ണ് വേണ്ടാത്തത്? നമുക്ക് വലിയ പെണ്ണ് വേണം. ഇതാണ് നമ്മൾ പോലുള്ള വ്യത്യാസം. എന്ത് വിഷയത്തിനും പെണ്ണ് വേണം വേണ്ടേ? ഇവിടെ പെങ്ങൾ കണ്ടില്ലേ? ഞാനൊക്കെ കണ്ണ് തള്ളിപ്പോയി. കാരണം ഞാൻ മുജാഹിദിലിരുന്ന കാലത്താണ് ഒരു 10-40 കൊല്ലം മുമ്പിട്ട് ഞാൻ അതിനു വേണ്ടി ഗൾഫിൽ നിന്ന് ലീവ് എടുത്ത് വന്ന് തിരുനാവായ ഭാരതപ്പുഴ എന്റെ അടുത്ത് നിളാനദിയുടെ പശപ്പുഴയിൽ ഒരു വലിയ സമ്മേളനം. ആ സമ്മേളനം കഴിഞ്ഞതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പോ ഒരു വാരികയുണ്ട്, നല്ല സുപ്രസിദ്ധമായ ഒരു വാരിക. ആ വാരിക എന്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് വായിച്ചു. എന്താണ്? പ്രിയേ, നമുക്ക് നിളാ നദിയുടെ തീരത്ത് വെച്ച് കാണാം. എന്താ പൊതു പഠിച്ചോന്? നമുക്ക് നിളാനദിയുടെ തീരത്ത് വെച്ച് കാണാമെന്ന് പറയുന്നത്. ഞാനൊന്ന് താഴേക്ക് വായിച്ചു. അപ്പോഴല്ലേ രസം. മോങ്ങം വനിതാ കോളേജിൽ നിന്ന് പിന്നെ മദീനത്തിലൊരു അറബി കോളേജിൽ മോങ്ങ അനുവദിയ കോളേജിൽ നിന്ന് പഠിക്കുന്ന പൊങ്കാട് പെൺകുട്ടികൾ പഠിക്കുന്ന കോളേജാ. അതിന്റെ അടുത്ത് തന്നെയുള്ള അവിടെ കുറച്ചല്ലാണ്ട് അവിടെ ഉള്ളതായിരിക്കുന്ന പുളിക്കൽ മദീനത്തിലൊരു കോളേജിൽ കുട്ടിക്ക് കത്തെങ്ങനെയോ ഇവരെടുത്ത് കിട്ടിയതാ. അപ്പൊ എന്താ പറഞ്ഞത്? നമുക്ക് വിശാലമായിട്ട്, കാരണം ഇവരിവിടെ പെൺകുട്ടികളാണ് പഠിക്കുന്നത്, അവിടെ ആൺകുട്ടികളാണ്. ഫെബ്രുവരി മുതലേക്കാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ എന്തായി? അവിടുന്ന് ഇങ്ങനെ ഇവരൊക്കെ പറ്റുന്നല്ലോ. ഇതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ പഠിപ്പിക്കില്ലേ? അതങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ എന്താ നമുക്ക് എപ്പോഴും അവസരം? അതൊക്കെ ഇവിടെ കണ്ടത് മക്കളുണ്ട് അല്ലേ? എന്ത് ചെയ്തു? അപ്പൊ ഞാൻ താഴേക്ക് വായിച്ചപ്പോ ഈ കുട്ടി എഴുതിയതാണെന്നാ പറഞ്ഞത്. അങ്ങനെ എന്താണ്? വിശാലമായിരിക്കുന്ന നിളായുടെ താഴ്വരയിലല്ല, തീരത്തല്ലേ നമ്മുടെ സമ്മേളനം നടക്കുന്നത്. അതെ, അവിടെ മന്ദമാരുതം തഴുകുന്ന മനോഹരമായിരിക്കുന്ന ഒഴുകുന്ന നദി ഒഴുകുന്ന ആ തീരത്ത് വെച്ച് എന്ത് സുഖകരമായിരിക്കോ. ഞാൻ പറയുന്ന വെറുതെ എഴുതാനേക്കാണ്. കാരണം ഞാൻ മുജാഹിദനല്ലേ, ഇവര് വെറുതെ. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ എനിക്കൊരു CD ടി എവിടുന്നോ കണ്ടപ്പോ എറണാകുളം നടന്ന സമ്മേളനത്തിന്റെ അന്നും ഞാൻ മുജാഹിദുകാരനാണ്. അന്ന് ഒരു ഈ കണ്ടു 12 മണിക്ക് യോഗ കണ്ടി പിരിച്ചു. സമാപന യോഗം പിരിച്ചുവിടുന്ന 12 മണിക്ക്. അങ്ങനെ പെണ്ണുങ്ങളല്ലേ അങ്ങനെ എവിടേക്കൊക്കെ കിട്ടിയ വാഹനത്തിലൊക്കെ ഓടിയിട്ട് എന്തൊക്കെയായ വിഷയത്തിനെ പറ്റി സൂചിപ്പിക്കുന്ന ഒരു CD ചിലപ്പോൾ വാങ്ങി ഞാൻ കണ്ടത്. നമ്മൾ വിശദീകരിക്കുന്നില്ലെങ്കിൽ എപ്പോഴെങ്കിലും ആരെയും വിശദീകരിക്കുന്നത് അത്രയും അവിടെ കുട്ടികൾ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പൊ ഞാൻ ഈ മർക്കസ് സമ്മേളനത്തിന് പോവാൻ വേണ്ടി ഇതിലൂടെ യാത്ര ചെയ്തത്.
അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് എന്ന് പറഞ്ഞതൊക്കെ വളരെ വ്യക്തമാണ്. പടച്ചോനെ, ഈ പെണ്ണുങ്ങളും ആണും കൂടി കലർന്നിട്ട് ഇങ്ങനെ. അപ്പൊ അന്ന് ഞാൻ ആ ഗാരിക എഴുതിയത് ഏത് നല്ല സുഖകരമായിട്ട് വിശാലമായ മന്നമാര് നടിച്ചു വീശുന്ന നിലായുടെ തീരച്ച് വെച്ച് നമ്മൾക്ക് അങ്ങനെ കാണാന്ന് പറഞ്ഞിട്ട് ആ കുട്ടികൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമായ സത്യം തന്നെയാണെന്ന് വിളിച്ചോതി. ഞാനിങ്ങനെ ആലോചിച്ചു. അന്നാണ് പുതിയങ്ങാടി നേർച്ച നടക്കുന്നത്. നമ്മളാ നേർച്ചയ്ക്ക് എതിരാ. ഇവിടെ ആരെങ്കിലും നമ്മളെപ്പറ്റി ആ നേർച്ചയ്ക്ക് പ്രോത്സാഹനം നൽകുന്നുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു. പുതിയങ്ങാടിയിൽ നടക്കുന്ന ഈ വിചിത്രമായിരിക്കുന്ന ഈ ഹറാമായിരിക്കുന്ന ഈ പേക്കൂത്തിന് നേതൃത്വം നൽകുന്നത് മുജാഹിദുകളാ. അവിടുത്തെ സംശയം വേണ്ട, തെളിവ് സഹിതം ഞാൻ നൽകിത്തരാ. കല്യത്ത് കുടുംബം അവിടുന്ന് അവർക്ക് കാശുണ്ടായ ആർത്തിന്റെ അവരുടെ അവരാരാണ് പ്രസ്ഥാനത്തുമായിട്ട് നിങ്ങൾ നോക്കി. അതുപോലെ തന്നെ മിക്കവാറും അവിടുത്തെ ബിസിനസ് ലോബികൾ മുജാഹിദുകാരാ, എനിക്കറിയാം. അവരാണിത് പ്രോത്സാഹിപ്പിക്കുന്നത്. സുന്നികൾ ഇതൊരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നിട്ട് അപ്പൊ അവിടെ നടന്ന നേർച്ചയും ഇവിടെ നടന്ന പൂരവും രണ്ടും കൂടി നോക്കുമ്പോ ചിലര് പറഞ്ഞു, പൊന്നാരെ ഇങ്ങനെ പെണ്ണുങ്ങൾ അഴിഞ്ഞാൽ അവിടെ ഉണ്ടായിട്ടില്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവർക്ക് സ്ത്രീകളില്ലാത്ത ഒരു പരിപാടി. ഇവിടെ നടന്ന പൂരം എന്താണ്? തൊട്ടികെട്ടിയിട്ട് പരസ്യമായി റോഡിലൂടെ പോകുന്ന ആളുകൾ കുറച്ച് ഉള്ളിലോട്ടുമല്ല, സമ്മേളനം പ്രസംഗമൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇവിടെ തൊട്ടിയും കെട്ടിയിട്ട് ഇവരൊക്കെ കൂടി ഇങ്ങനെ പാട്ടും മറ്റൊരു നോട്ടം. എന്തൊരു രസാണ്. ഇതിന് അവസരം ഉണ്ടാക്കൽ തന്നെയാണ് നിങ്ങളുടെ ഓരോ സംസ്ഥാന സമ്മേളനവും. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഈ പ്രസ്ഥാനം ഇവിടെ ദീനിനെ തഖ്വയോടുകൂടി ജീവിക്കേണ്ട തഖ്വയുള്ള ഒരു സമൂഹത്തെ വാർത്തിവിടുക എന്നുള്ള ലക്ഷ്യത്തിലല്ല. നിങ്ങളൊന്നും എടുത്തു നോക്കൂ. ആ ദിവസങ്ങളിലെ പത്രങ്ങൾ നമ്മൾ മാതൃഭൂമിയും മനോരമയും എല്ലാ പത്രങ്ങളും എടുത്തു നോക്കി. ഒരു സ്വത്രത്തിക്കാണ് തൂവെള്ളം ധരിച്ച് ഇസ്ലാമിന്റെ ഷിഹാറോടുകൂടിയ മഹത്തായിരിക്കുന്ന ഒരു സദസ്സ്. മറുഭാഗത്ത് അടിയിലേക്ക് വായിക്കണത് എന്താ സംഗതി? എന്നോട് ഒന്ന് രണ്ട് ആൾക്കാർ ചോദിച്ചു. ഞാൻ പിന്നെ ബസ്സിനാണ്ട് പോകുമ്പോ എന്താ അവിടെ നടക്കുന്നത് ചോദിക്കൂലേ? എന്താ അവിടെ കാണുക? കുറെ ഇവിടെ ഉത്സവമാണോ വല്ല വേലയാണോ ഉത്സവമാണോ എന്താണ് നടക്കുന്നതെന്ന് അറിയില്ലല്ലോ. കാരണം ഒരു ഷിഹാറുമില്ലല്ലോ. പത്രത്തിന്റെ അടിയിൽ കൊടുത്ത അടിക്കുറിപ്പ് വായിക്കണം, ഇത് മുസ്ലിമിന്റെയാണ്, ഇങ്ങനെയാണ് നടക്കുന്നത്. കാരണം ഒറ്റൊന്നിനും ഒരു ഇസ്ലാമിന്റെ ഷിഹാറും ഉണ്ടാവില്ല. കാരണം ആ ഷിഹാറുകൾ നശിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം. ഇവിടെ നോക്കാറുണ്ട് ഒറ്റ തലി തപ്പിടുവോ. ഞാൻ കുത്തുപോയി എന്ന കാലത്ത് ഒരു ദിവസം തല മറിച്ചും കൂടി കുത്തുപോയി. വലിയ സബഉൽ മൂമിഖാത്തിൽപ്പെട്ട ദോഷം. സബഉൽ മൂമിഖാത്തിൽപ്പെട്ട ദോഷം. അങ്ങനെ രണ്ടാമത് ഞാൻ ചെയ്ത തെറ്റൊരു ദോഷം എന്താ? ഫ്രൈം മാഷ് പറഞ്ഞതുപോലെ അല്ലാഹുമ്മ സ്വല്ലി അലാ ആമുഖമായ സ്വലാത്തിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറഞ്ഞു. കുത്തുബ കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോൾ എറണാകുളം സമ്മേളനത്തിന്റെ പ്രഥമ കുത്തുബ ഞാൻ എന്റെ നാട്ടിൽ നടത്തുന്നത് എടക്കുളത്ത്. കുത്തുബ കഴിഞ്ഞ് ഇറങ്ങിയപ്പോ ഒരു തല കഴിഞ്ഞ ഒരു വയസ്സനായ മൗലവി ഉണ്ടാവും. മൗലവി കുത്തുബൊക്കെ വളരെ തല മറച്ചതും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറഞ്ഞു തെറ്റിപ്പോയി. അപ്പൊ എനിക്ക് ഓർമ്മ വന്ന്, പടച്ചോനെ എന്താ ഈ പറഞ്ഞ സയ്യിദിനെ പറയാൻ പാടില്ല എന്ന് എനിക്കറിയില്ല. നീ പറഞ്ഞുതരാം. കാരണം എനിക്ക് അറിയില്ല എന്ന് പറയാൻ കാരണമുണ്ട്. ഞാൻ ഗൾഫിലാണ്. ഗൾഫില് അവിടെ അബൂദാബിയിലെ ഹമീദ് സെന്റർ എന്ന് പറയുന്ന സെന്ററിന്റെ ബാക്കിൽ എൽട്രാ റോട്ടിൽ പിന്നെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ ഒരു അറബിയാണ് ഇമാമ് നിൽക്കുന്നത്, അതായത് ഈജിപ്ഷ്യനാണ്. ആ മൂപ്പര് പോണ നേരത്ത് അബ്ദുറഹ്മാൻ അൻസാരി എന്ന് പറയുന്ന അദ്ദേഹം അവിടെ ഇമാം. അദ്ദേഹത്തിന് അയാൾ എന്തിനു കൊടുന്നാരോ ഇസ്ലാഹി സെന്റർ ക്ലാസ് എടുക്കാനും അവിടെ സ്കൂളിൽ പഠിപ്പിക്കാനും. ഇസ്ലാഹി സ്കൂളിന്റെ കാര്യം പറഞ്ഞ കായിട്ടിയപ്പോ മാറിയതൊക്കെ വലിയ ചരിത്രമാണ്. അപ്പൊ ഞാൻ അവിടെ പറയാൻ നേരില്ല. അയാളാണ് കുത്തുബോധനം. ഇയാളില്ലാത്തപ്പോ അപ്പം നോക്കുമ്പോ വലിയൊരു കന്തൂറ, അതിന്റെ മുപ്പിൽ തൊപ്പി, അവിടെ സാമാജിക്കുമ്പോഴൊന്നുമല്ല, അതിന്റെ മുകളിൽ ഒരു മുണ്ടക്കെട്ടിട്ട് ഇയാളാണ് കയറി. സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇവരുടെ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇവരെ പറ്റി തന്നെയാണ്. ഇവരെന്ത് ചെയ്യുന്നറിയോ? ഇയാളങ്ങോട്ട് വന്നിട്ട് മിമ്പറം അങ്ങോട്ട് കേറി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോഴേക്ക് രണ്ടാം ബാങ്ക് കൊടുത്ത് ഇയാൾ അപ്പം ഇറങ്ങണ്ടേ? നിൽക്കണോടെ ഞാൻ ഇറങ്ങട്ടെ ജിന്നാണ്ട് ഊതി കൊടുത്തു പറഞ്ഞു.
ഇസ്സത്തുണ്ടെങ്കിൽ ഇവർ പഠിച്ച അക്കായതാണെങ്കിൽ ഞാൻ ഇനിയും ഒരുപാട് തെളിവുകളുടെ നേരത്തും നിങ്ങൾ പറയുന്നതും നിങ്ങൾ പ്രവർത്തിക്കുന്നതും കൂടി യാതൊരു ബന്ധവുമില്ല. ഇവിടെ ഒരു വിധം പണ്ഡിതന്മാരെയും പാവപ്പെട്ട അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെയും ആളുകളെ ശിർക്കിന്റെ വാചകങ്ങൾ ഓതിട്ട് ശിർക്കാക്കുക എന്നല്ല നിങ്ങൾ എന്താ പഠിച്ചിട്ടുള്ളത്? അങ്ങനെ എന്ത് ചെയ്തു? അയാൾ കുത്തുബോതുമ്പോൾ ഇയാൾ ബാങ്ക് കൊടുത്തപ്പോ രണ്ടാം ബാങ്ക് കൊടുത്ത് മൂപ്പര് എണീച്ചു. പിന്നെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അവിടെ പറഞ്ഞിട്ട് ഞങ്ങൾ പിടിച്ച് ഇറക്കും അറബികള്. രണ്ടാമത്തെ കുത്തുപാടെ കിട്ടൂല. ഇതൊന്നും ഞാൻ പറയല്ല, ചോദിച്ചോളൂ. അബ്ദുറഹ്മാൻ അൻസാരി അയാള് അല്ലാഹുമ്മ സ്വല്ലി അലാ. അപ്പൊ ഞാൻ ഇറങ്ങിയപ്പോ ചോദിച്ചു, അല്ല മൗലവി, ഇവിടെ രണ്ട് കാര്യവും നമുക്ക് നിഷിദ്ധമല്ലേ? ഒന്ന് രണ്ടാമത്തെ ജുമാക്കുള്ള രണ്ടാമത്തെ ബാങ്ക്, അതുപോലെ സയ്യിദിനാ മുഹമ്മദിൻ എന്ന് പറഞ്ഞത് തെറ്റല്ലേ? അപ്പൊ ഇയാള് പറഞ്ഞു, ഇവിടേക്കനുസരിച്ച് അങ്ങനെയല്ല, നമ്മൾ എന്താ ചെയ്യാൻ? ഏത് ദീനാടോ ഇത്? ഏത് ദീനാ? പോട്ടെ 1970-കളിൽ AP അബ്ദുൽ ഖാദർ മൗലവി വളവന്നൂർ അൻസാർ അറബിക് കോളേജ് ഇതിന്റെ അടുത്ത് കിടക്കുന്ന അവിടെ പ്രിൻസിപ്പാളായിരുന്ന കാലഘട്ടത്തിൽ വേറൊരു അബൂബക്കർ മൗലവിയുമായിട്ട് അയാൾക്ക് കിതാബ് നോക്കാൻ, അയാൾക്ക് അറബിക് ഭാഷ അഫ്സലിക്ക് പരീക്ഷയ്ക്ക് ഇരിക്കാൻ വേണ്ടി 1-2 പുസ്തകം വാങ്ങാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ AP അബ്ദുൽ ഖാദർ മൗലവി ബുറുദ എടുക്കുന്നു. അവിടെ കുട്ടികൾക്ക് ബുറുദ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഹറാമല്ലേ? അന്ന് ഗവൺമെന്റിന്റെ ഗ്രാന്റ് ഇല്ല. എന്നാ ഇറങ്ങിപ്പോരണ്ടേ? സൈനുദ്ദീൻ മക്തൂമിന്റെ പത്രയിൽ പഠിപ്പിച്ചിരുന്നു. തെറ്റല്ലേ? നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ പഠിപ്പിച്ചില്ലേ? അവിടെ നിങ്ങളുടെ ആശയം എവിടെ പോയി? നിങ്ങളുടെ ശിർക്ക് എവിടെ പോയി? വെല്ലുവിളിയോടെ നിങ്ങൾ പറയണം. ഇതൊക്കെ ഇവർക്കറിയില്ല. പാവപ്പെട്ട പണ്ഡിതന്മാരോട് ബുഖാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുന്നു. ഇവിടെ മാഷ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എവിടുന്ന ബുഖാരിയും മുസ്ലിമും പോകാനുള്ള അവസരം കിട്ടിയത്? ഇനി പഴയ കാലഘട്ടങ്ങളിൽ എന്താ? ബുഖാരിയുടെ കുറഞ്ഞ ഹദീസുകൾ, മുസ്ലിമിൽ നിന്ന് കുറഞ്ഞ ഹദീസുകൾ, ഖുർആൻ ഇബ്നു കസീറിൽ നിന്ന് കുറഞ്ഞ സുഹൃത്തുക്കളും മാത്രം പഠിപ്പിച്ചുകൊണ്ട് ഇവരുടെ ഇറങ്ങിയിട്ട് പറയാണ്, കുറച്ച് സാഹിത്യം, മലയാള സാഹിത്യം പഠിപ്പിച്ചുകൊണ്ട് ഞങ്ങളാണ് ഉത്കൃഷ്ടുക്കൾ, ഞങ്ങളാണ് പുരോഗമനവാദികൾ എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുകയാണ്. ഈ ഇരിക്കുന്ന പണ്ഡിതന്മാരുടെ നിലയൊന്ന് നോക്കൂ നിങ്ങൾ. ഇവരടുത്ത് വന്നിട്ട് ഒരു ഇബാറത്ത് വായിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങൾ പേടിച്ച് പാത്തും. സംശയം വേണ്ട, കഴിയില്ല. എനിക്കറിയാം, ഞാൻ കൂടെ കിടന്നവനാ, എനിക്കറിയാം പനി. നിങ്ങൾ ആ തരികളൊന്നും നമ്മളെടുത്ത് നടക്കൂല. ശരിക്ക് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് നിങ്ങളെപ്പറ്റി കുറച്ച് സാഹിത്യം പഠിച്ചു. ഞാൻ ചോദിക്കുന്നു, ഇടവണ്ണ ജാമിയ നദവിയ എന്ന് പറയുന്ന സ്ഥാപനം നിങ്ങളുടെ ഉന്നതമായ സ്ഥാപനമല്ലേ? സംശയമുണ്ടോ? നിങ്ങളെ വലിയ മക്കാമുള്ള നമ്മളെ മർക്കസ് സഖാഫ് സുന്നിയാന്റെ കോളേജ് സഖാഫി എന്നൊക്കെ പറയുന്ന ഡിഗ്രിനേക്കാളും വലിയ നിങ്ങൾ പറഞ്ഞത്. അവിടുന്ന് സ്വലാഹി ബിരുദമെടുത്ത ഒരു അംശമൗലവി എന്റെ നാടാകുന്ന എടക്കുളത്തെ പള്ളിയിൽ വരിക. അയാൾ ഖതീബും അവിടെ എല്ലാം കൂടി ആക്കാൻ വേണ്ടി മൂപ്പേണ്ട് കൊടുന്നതൊക്കെ കൂടിയാണ് ആക്കി. ഞാൻ മുൻ അധ്യാപകനാണ്, മുൻ അവിടുത്തെ ലെക്ചർ. ഇത് അവിടുത്തെ എടക്കുളത്തെ മാത്രം പള്ളിന്റെ അവസ്ഥയല്ല, എല്ലാ പള്ളിന്റെ അവസ്ഥയാണ്. പരിശുദ്ധ ഖുർആൻ ഇവിടെ എടുത്തു നോക്കില്ല. വെള്ളിയാഴ്ച പോലും ഒരു അൽക്കഫ് എടുത്ത് ഓതില്ല. എന്തൊരു തെളിവുകളുണ്ട്? അബ്ദുസ്സലാം സുല്ലമി ഇപ്പോൾ പറയുന്നു, അൽക്കഫ് ഓതുന്നതിന് യാതൊരു തെളിവുകളുമില്ല. പിന്നെ ഇവിടുന്ന് ഓതുക? ഓതാൻ എവിടുന്ന് അവർ പഠിപ്പിച്ചത്? അവൻ എന്ത് ചെയ്തു? ഇയാൾ വന്നിങ്ങനെ നിന്നപ്പോ ഞാൻ പറഞ്ഞു, അലമാറയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ബുഖാരിയും മുസ്ലിമും കൊണ്ട് അറബി വഖഫ് ചെയ്താണ്. അറബി വിചാരിച്ചിട്ടുണ്ടാവും ഇത് വലിയ വിവരമുള്ള ഒരു കോളേജിൽ കണ്ട് കുടിക്കേണ്ടി അവിടെ കണ്ടമാനം പഠിക്കാൻ കുട്ടികളുണ്ടാവും വിചാരിച്ചിട്ടുണ്ടാവും. മൂപ്പര് അങ്ങനെ ഒരു യാദൃശികമായിട്ട് വേറൊരു വ്യക്തിക്ക് വേണ്ടി വഖഫ് ചെയ്ത ആണ് കൊടുത്തയച്ച്. അയാൾ പൗതി ഇവിടെയും കൊടുത്ത് പൗതി അവിടുത്തെ സുന്നി പള്ളിക്കൽ കൊടുത്തു. അതിപ്പോൾ ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ ഇതിങ്ങനെ ഇരിക്കണ്ട്, പൊടി പിടിച്ചിങ്ങനെ ഇരിക്കുക. അത് അച്ചയിലേക്ക് ഇരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, മൗലവി നമുക്ക് ഏതായാലും ഖുർആൻ ക്ലാസ് നിങ്ങൾ എടുക്കുകയാണല്ലോ, ഹദീസ് ക്ലാസ് ഉണ്ടായിക്കോട്ടെ, ഒരു ദിവസം ബുഖാരി ആയിക്കോട്ടെ, ഒരു ദിവസം മുസ്ലിം ആയിക്കോട്ടെ, അത് നമുക്ക് അടുത്ത് തുടങ്ങിക്കൂടെ? മൂപ്പര് എന്നോട് പറയാം, പൊന്നാര മൗലവി എനിക്കായി തിരിച്ചു വേണ്ടേ? നിങ്ങൾ നോക്കണം, ഒരുപാട് കാലഘട്ടങ്ങളിൽ ഒരുപാട് സബക്കുകൾ നടത്തി ഒരുപാട് പണ്ഡിതന്മാരെ വാർത്തുവിടുന്ന 10-30 കൊല്ലം ദർസ് നടത്തുകയും പഠിക്കുകയും ചെയ്ത് സനതെടുത്ത ഈ പണ്ഡിതന്മാരോട് ചോദിക്കുക, ബുഖാരി ഉണ്ടോ? ഒരു മത്തിനും സംഘം പഴങ്ങൾ പഠിച്ചിട്ടുണ്ടോ? എന്നിട്ടല്ലേ ബുഖാരി? നമ്മളപ്പോ ഇതിന്റെ വലിയ നേതാവിന്റെ സ്ഥിതി അപ്പോഴാണ് നമ്മൾ കണ്ടത്. ചങ്ങരംകുളത്ത് നടന്ന ആ സമ്മേളനത്തിൽ അത്ര വലിയ നമുക്ക് തലക്കിച്ച് കിടന്നുണ്ട്. അങ്ങനെയാണ് അതിന് സോമനികൾ ചെയ്തിട്ടുള്ളത്.
അതിലുണ്ട് AP അബ്ദുൽ ഖാദർ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ അവരുടെ ഉന്നതനായ മനുഷ്യൻ. ഇപ്പൊ അടുത്ത ദിവസം വന്നിട്ട് മൂപ്പര് ഈ സമ്മേളനത്തിൽ പറഞ്ഞൊരു വർത്തമാനം ഞാൻ കേട്ടു, കുറെ ചിരിച്ചു മണ്ണപ്പി. മൂപ്പര് പറഞ്ഞ സത്യ. ഞാൻ അധികം പ്രസംഗിക്കുന്നില്ല. എന്താ പ്രസംഗിച്ചാൽ നിങ്ങൾ ബുദ്ധിമുട്ടും ഞാനും ബുദ്ധിമുട്ടും. കാരണം ആ നിരക്കാണ് സ്ഥിതി. അതുകൊണ്ട് ഇനി ഞാൻ പ്രസംഗിക്കുന്നില്ല. അപ്പൊ ആ AP അബ്ദുൽ ഖാദർ മൗലവി എന്തുകൊണ്ടാണ് ഇതിരിക്കട്ടെ, ഈ അംസ മൗലവിന്റെ അവിടെ ഇരിക്കട്ടെ, മൂപ്പര് ബുഖാരി മുസ്ലിമിന്റെ സ്ഥിതിയാണിത്. ഈ AP അബ്ദുൽ ഖാദർ മൗലവിയാണ് ഇന്ന് അവർ തലമുതിർന്ന നേതാവ്. അദ്ദേഹത്തിന്റെ ആ ചരിത്രമാണ് സുവനീറിൽ ആദ്യം ചങ്ങരകുളത്തിന്റെ അവർ എഴുതിയ അതിലാദ്യം എടുത്തിരിക്കുന്നത്. അതിന് AP അബ്ദുൽ ഖാദർ മൗലവി പറയാണ്, ഞാൻ നാദാപുരം പള്ളിയിൽ സുന്നി പള്ളിക്കൽ പഠിക്കരുത്. നാദാപുരത്തെ മൂപ്പർ പഠിച്ചിരുന്നു. പത്തപ്പിരിയാണ് അദ്ദേഹത്തിന്റെ ശരിക്കുള്ള നാട്. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, കോഴിക്കോട് ഇറങ്ങും. എന്തിനാന്ന് നിങ്ങൾ വിചാരിച്ച് ചാടിക്കാനാണ്? അല്ല, ഞാനൊരു മാതൃഭൂമി പത്രം നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന പത്രം തന്നെ, പക്ഷെ വലിയ ഇഷ്ടമായിട്ട്. കാരണം ബാലു പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ എവിടെ എന്താ പോയെന്ന് ചോദിച്ചാൽ പറഞ്ഞില്ല. മാതൃഭൂമി വായിക്കുന്നതാണോ അതോ പരീക്ഷ വീട്ടിൽ ഖുർആൻ ഓതുന്നതാണെന്ന് ഞാൻ പറയും. മാതൃഭൂമി വായിക്കുന്നതാണ് നല്ലതെന്ന്. കാരണം കക്കൂസിൽ നമ്മൾ ഖുർആൻ ഓതാറുണ്ടോ? അപ്പൊ പിന്നെ മാതൃഭൂമി വായിച്ചൂടെ അവിടെ? അപ്പൊ പരീക്ഷ വീട് കക്കൂസാണ്. അയാൾ സുബ്ഹാനല്ലാഹ്, അതൊക്കെ പറഞ്ഞാൽ ആ പ്രസ്ഥാനത്തിൽ ചങ്ങായിമാർ നിങ്ങൾ എങ്ങനെ നിന്ന് പോരുന്നത്? ഞാൻ വിനയത്തിന്റെ വാശിയിൽ നിങ്ങളോട് വാശിയും വീറൊക്കെ വിട്ടാളി. നിങ്ങൾ ആ പ്രസ്ഥാനത്തിൽ എങ്ങനെയാണ് സുഹൃത്തുക്കളെ നിന്ന് പോരുന്നത്? ഓരോരുത്തർക്ക് പറ്റിയ തൊള്ളയിൽ വന്നൊക്കെ പാട്ട്. ബാലു ഒരു പാട്ട് പാടും, സക്കരിയ മറ്റൊന്ന് പാടും, പിന്നെ മറ്റേ അയാൾ വാണെന്ന് പാടും. എല്ലാം കൂടി ആകെ കൂടി നസി കുസിയായിട്ട് എല്ലാവരും മുന്നിലേക്കാ. എന്താണ് ഇപ്പൊ അതിന്റെ സ്ഥിതി? നിങ്ങൾ അറിയ സുഹൃത്തുക്കളെ, നിങ്ങൾ വിട്ടുപോന്നാളെയും ഞാൻ ചെല്ലിക്കാളിയും വളരെ അതിവിദൂരമില്ലാത്ത കാര്യം ആരുണ്ടാവില്ല. ഈ തല പോകുന്നപ്പോ അയാൾ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ചുറ്റും ഞാൻ ചുറ്റുമെന്ന്. ആ നിരക്കുകൾ ഒന്നിനോട് കഴിഞ്ഞാൽ സ്ഥലം ഈ കൂട്ടേക്കിട്ട്. അപ്പോ മൂപ്പര് നാദാപുരത്ത് ഇറങ്ങുന്ന എന്തിനാരെയും മാതൃഭൂമി അങ്ങനെ മാതൃഭൂമി വാങ്ങി അങ്ങനെ മൂപ്പര് അത് പള്ളിയിൽ കണ്ടുകൊണ്ടുപോകും. എന്നിട്ട് കിതാബിന്റെ ഇടയിൽ വെച്ചിട്ട് മൂപ്പര് കിതാബ് ഓതല്ല പണി. മൂപ്പര് ഇതിങ്ങനെ മറിച്ചിട്ട് ഇങ്ങനെ നോക്കും. ഇന്നത് ഒരു മാസത്തേക്കുള്ള എന്റെ വിഭവമാണ്. ഒരു മാസം വരെ എനിക്കിത് മതി. ഒരു പത്രേ, നമ്മൾ ഡെയിലി പത്രം വായിച്ചല്ലേ, ഒരു ദിവസം കഴിഞ്ഞ പിന്നെ എടുക്കുമല്ലോ. മൂപ്പര് എന്ത് ചെയ്ത് കിതാബിൽ വെച്ചിട്ട് ഇങ്ങനെ വായിക്കും. വ്യാഴാഴ്ച എല്ലാവരും നാട്ടിൽ പോവല്ലോ. നാട്ടിൽ പോകുമ്പോ മൂപ്പര് ഇത് കിതാബ് മിമ്പർ വെച്ച് മുക്കരി വന്നിട്ട് മിമ്പർ ഒന്ന് ഷാഫാക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഇങ്ങനെ കിതാബിൽ മാതൃഭൂമി ഇരിക്കുകയാണ്. അപ്പൊ മൂപ്പര് എന്ത് ചെയ്തെന്ന് എടുത്ത് നോക്കുമ്പോ AP അബ്ദുൽ ഖാദർ ഉസ്താദിന്റെ അടുത്ത് കൊണ്ടേ കൊടുക്കും. അപ്പൊ ഉസ്താദ് ഇയാൾ വന്നപ്പോ പറഞ്ഞു, കുട്ടിയെ ഒന്നും കാട്ടിയില്ല, നല്ല ഉപദേശം കൊടുക്കും. ഇത് മാതൃഭൂമി പത്രമൊക്കെ വായിച്ചാലും കുഴപ്പമില്ല. പക്ഷെ എന്ത് ചെയ്യുന്നറിയോ, കിതാബ് ഇതിൽ എഴുതിക്കാൻ വ്യക്തമായിട്ട് എഴുതി. നിങ്ങൾക്ക് മലയാളത്തിൽ നോക്കിയാൽ കാണും. കിതാബ് ഓതുന്ന നേരത്തെ എന്റെ കുട്ടി ഇത് ചെയ്യരുത് കേട്ടോ. ഇത് മൂപ്പർക്ക് വെച്ചില്ല. ഇന്നോട് ഇങ്ങനെ പറയും. അത് പച്ച മലയാളത്തിൽ അത് എഴുതിക്കുന്നത്. അങ്ങനെ മൂപ്പര് പറഞ്ഞു. നോക്കുമ്പോ അതേപോലെ ശരിയാണ്. അപ്പൊ എന്ത് ചെയ്ത് ഇന്നാ ഞാൻ കാണിച്ചു തരാം, ഞാനില്ലാന്ന്. മൂപ്പര് എന്ത് ചെയ്ത് ഈ കുളിക്കൽ കണ്ടുപോയി. അതൊരു മൗലവിന്റെ കൂടെ മൂപ്പരാണ്ട് കൊണ്ടേയി. പിന്നെ മൂപ്പര് അവിടെ കൂടിയിട്ട് ഇതായി. അപ്പോഴാണ് മൊയ്തീൻ മൗലവി കുന്നുമ്മേൽ എന്ന ആളെ രണ്ടാമതായി കാണുന്നത്. മൂപ്പര് എന്ത് ചെയ്യുന്ന ഉളുപ്പില്ലല്ലോ, അതൊക്കെ എന്റെ നാട്ടിലില്ല. എന്ത് ചെയ്തു മൊയ്തീൻ മൗലവി കുന്നുമ്മൽ എന്ത് ചെയ്ത് അതിലുണ്ട് ലേഖനം. മൂപ്പരിങ്ങനെ ഒരു അടുത്ത പെരക്കാരൻ റാത്തി പടക്കുന്നുണ്ട്. മൂപ്പരാളെ ചെന്ന് നോക്കുമ്പോൾ നല്ല മേലാപ്പൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കല്ലോ ഇരുന്ന മൂപ്പർക്ക് തോന്നി ഇബിലീസ് പറഞ്ഞ് എണിച്ചാടാന്ന്. മൂപ്പര് വല്ല എണിച്ചിട്ട് എന്ത് ചെയ്യുന്നത്, അതിന്റെ അടുത്തൊരു ബൈക്കോ കൊണ്ട് എന്തോ ഉണ്ട്, അവിടെ മാറി കുത്തിരുന്നു. ഇരുന്നിട്ട് മൂപ്പര് മൗലൂദ് റാത്തീബ് കഴിയുന്നത് വരെ ഇബിലീസായിട്ട് പോണ്ടാണ്. ചോറിന്റെ മാത്രം ബിരിയാണി ഇങ്ങനെ ഇറച്ചും ചോറും ഇങ്ങനെ നന്നായിട്ട് വരണം. മൂപ്പര് എന്ത് ചെയ്ത് ഇവരുടെ മൗലൂദിന് കഴിഞ്ഞ തന്നെ ഇവര് ഇയാളുടെ വന്നുകൊണ്ട് അത്രയും വഴിക്കൂന്ന് പറഞ്ഞിട്ട് ഇറച്ചും ചോറാൻ കേൾക്കായിരുന്നു. മൂപ്പര് എഴുതിക്കുക അവിടെ നോക്കാട് നിങ്ങൾ ചോറ് കഴിക്കണം. ഇത് തന്നെയാണ് അവസ്ഥ. ഇന്റെ നാട്ടില് അവിടത്തെ എടക്കുളം മഹല്ലത്ത് 2 മഹലുണ്ട്. അവിടെ ഇല്ലാത്ത വരാൻ പറ്റില്ല. അപ്പൊ വലിയ മഹല്ലത്ത് മാറ്റുക. അപ്പൊ അങ്ങനെ അവിടെ മഹല്ല് കമ്മിറ്റി മാറിയപ്പോ എല്ലാ വീടുകളിലും റബീഉൽ അവ്വലിന്റെ ചോറ് എത്തിക്കാൻ വേണ്ടി അവർ മുജാഹിദും സുന്നിയും ഒന്നും നോക്കാതെ എല്ലാ വീടുകളിലും അവർ നെയ്ച്ചോറ് ഇറച്ചു കണ്ടെത്തിച്ചു. അപ്പൊ ഞാൻ അങ്ങനെ ചെന്ന് നോക്കുമ്പോ എന്നോട് ഇരിക്കണേ
നല്ല മസാല കൂട്ടിയിട്ട് ഇങ്ങനെ ഉരുളും മുതിരൊക്കെ ഇട്ടാൽ നല്ല സ്മെല്ല തിന്നാൻ വേണ്ടി ആകർഷിക്കും. ഞാൻ എന്റെ അമ്മ പോയ നേരത്ത് എല്ലാവരുന്നൊക്കെ കഴിയാൻ ഒരു കണ്ടം തിന്നു. എന്നിട്ട് ഞാൻ പള്ളിയിൽ പോയി. അപ്പോൾ ഉബൈദ് പോലെ പുറങ്ങ് ആർക്കും സംശയം ഉണ്ടെങ്കിൽ ഞാൻ വ്യക്തമായിട്ട് പറയാം. ഇവിടെ ഈ അൻസാരിക്കോളെ അധ്യാപനം നല്ല വിവരമുള്ള മനുഷ്യനായാണ്. മൂപ്പർക്ക് വിവരമൊക്കെ ഉണ്ട്, പക്ഷെ പേച്ചു പോയി. അങ്ങനെ മൂപ്പര് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ത് തന്നെ ഞാൻ പണ്ട് കാലത്ത് ഞാൻ മൂപ്പരൊപ്പം ഭയങ്കര മുയ്യലായിരുന്നു. അങ്ങനെ ഇതാവും 2 കണ്ടം കിട്ടുമെന്ന് വെച്ചു. ചിരിക്കാൻ വേണ്ടി പറയില്ല. ഞാൻ വല്ല സുഖാര്യത്തിൽ ഉമ്മ വരുന്ന മുമ്പത്തേന് അത് എടുത്ത് പോയിഞ്ഞ് മുമ്പിൽ കൊണ്ടേ കൊടുത്ത് നമ്മൾ 2 പൊറാട്ടിയും കൊണ്ടിരിക്കുക, നമ്മൾ 2 കാഴ്ച ഉണ്ടാക്കി. അപ്പൊ എന്താ സ്ഥിതികളൊന്ന് നോക്കണം. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? നിസ്കാരത്തിന് 14 ഫർളുകളുണ്ടെന്ന് പറയുന്നു. ആ പുസ്തകം ഇപ്പൊ മാറ്റിയോ എന്നറിയില്ല. ആ 14 ഫർളുകൾ എടുത്തു നോക്കിയാൽ 9 ഫർളുകളെ പഠിപ്പിക്കുന്നുള്ളൂ. ഈ കുട്ടി 4ാം ക്ലാസ് കഴിയുമ്പോഴേക്ക്, മദ്രസ കഴിയുമ്പോഴേക്ക് ഈ കുട്ടി ഹൈസ്കൂളിൽ പോയി 5ാം ക്ലാസ്സിലേക്ക് പോയി. പിന്നെ ഈ കുട്ടിക്കൊന്നും പഠിക്കാൻ കഴിയുന്നില്ല. ഈ കുട്ടി പിന്നെ പെടുന്നത് എന്താണ്? കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്ന നിഷിദ്ധം, അള്ളാഹുവിന്റെ പേരിൽ ദിക്റിയിൽ നിന്ന് നിഷിദ്ധം, സലാത്തിൽ നിന്ന് നിഷിദ്ധം. ഞാൻ പറയുന്നു 35 വർഷമായി വല്ലാഹി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് എനിക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇനി അവര് പറയുന്ന സലാത്ത് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്ന് പറയുന്ന സലാത്ത് എല്ലാം എനിക്ക് കഴിഞ്ഞിട്ട് അത്തഹിയ്യാത്തിലല്ലാതെ കഴിഞ്ഞിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വാക്ക് കൊടുക്കുമ്പോഴും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മുസബ്ബിഹ ബിൽ ഉയർത്തുമ്പോൾ അത്തഹിയ്യാത്തിലുമല്ലാതെ ഒരൊറ്റ കുട്ടിക്കും അത് ചൊല്ലാൻ കഴിയുന്നില്ല. അവർക്ക് അതിനുള്ള മജ്‌ലിസുകളില്ല. ആ മജ്‌ലിസുകളെല്ലാം ശിർക്കിന്റെ കൂടാരമാണെന്നാ പഠിപ്പിക്കുന്നത്. ഇവരുടെ ലക്ഷ്യം എവിടേക്കാ? ഇവിടെ പറഞ്ഞതുപോലെ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ഒറ്റിക്കൊടുത്തവർ ഇവരാ അഖില ഹദീസുകാരാ. സയ്യിദ് അഹമ്മദ് ഖാൻ ആദ്യമായി ബൈബിളിന് പരിഭാഷ എഴുതി ക്രിസ്തീയ സമൂഹത്തെ സുഖിപ്പിക്കുകയും കുരിശ് ധരിച്ച സ്വർണത്തിന്റെ പതക്കം സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് ഇസ്ലാമിനെ ഒറ്റിക്കൊടുത്ത വ്യക്തിയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം ഒറ്റിക്കൊടുത്തവരാ എന്ന് വേണ്ട മീർ ജാഫറും സർ സയ്യിദ് അഹമ്മദ് ഖാനും ഹസൻ ഖാനും എല്ലാം ഈ സമുദായത്തെ ഒറ്റിക്കൊടുത്ത മുജാഹിദുകാരാ. അതിന്റെ വാക്കിയാണ് ഇവരും. ഇവർക്ക് തീർച്ചയായിട്ടും ഈ സമുദായത്തെ ഉന്മൂലനം ചെയ്യുക, ഇസ്ലാമിനെ പരിചയമില്ലാത്ത വിഭാഗത്തെ വാർത്തിവിടുക എന്നുള്ള ഏക ലക്ഷ്യമാണുള്ളത്. ഇൻഷാ അല്ലാഹ് സൗകര്യം കിട്ടുകയാണെങ്കിൽ വിശദമായിട്ട് വളരെ തെളിവുകൾ സഹിതം ഒരുപാട് കാര്യങ്ങൾ നിരത്താനുണ്ട്. പിന്നീട് സമയത്ത് ആവാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിയമിക്കുന്നു. അള്ളാഹു നമ്മൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് ഈമാനോട് പഠിക്കുന്ന മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അർഹമുറാഹിമായ തമ്പുരാൻ വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه نؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله مولانا العظيم. من أحدث في أمرنا هذا ما ليس منه فهو رد. شفيعنا وحبيبنا محمد رسول الله. اللهم صل وسلم وبارك على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. ആദരണീയരായ പണ്ഡിത സുഹൃത്തുക്കൾ, നേതാക്കൾ, എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, പ്രിയപ്പെട്ട അഹ്ലുസുന്നത്തി വൽ ജമാഅയിൽ വിശ്വസിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അല്ലാഹുവിന്റെ ദീൻ അഹ്ലുസുന്നത്തി വൽ ജമാഅ തന്നെയാണെന്ന് ഒരിക്കൽ കൂടി ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഈ മഹത്തായ സംഗമം
അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിന്റെ പരലോകത്ത് വിശാലമായ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള കാരണമായി അല്ലാഹു തആല നമ്മുടെ ഈ ഒത്തുകൂടൽ ആ രൂപത്തിലായി സ്വീകരിക്കുമാറാകട്ടെ. ആമുഖങ്ങൾ ആവശ്യമില്ല. ഏതായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം, ഏതെങ്കിലും ആളുകൾ എവിടെയെങ്കിലും ഒരുമിച്ച് കൂടിയതുകൊണ്ട് തളർന്നു പോകുന്നതല്ല അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്ന് വളരെ വ്യക്തമായി ഇവിടെ മനസ്സിലായി. സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ, കേരളത്തിൽ പാരമ്പര്യമുള്ളവർ ഒന്ന് മൂത്രമൊഴിച്ചാൽ ഒലിച്ചു പോകാൻ മാത്രമേ കേരളത്തിൽ വഹാബിസമുള്ളൂ എന്ന് ഈ സമ്മേളനം ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. കാരണം മാസങ്ങളോളം പോസ്റ്ററൊട്ടിച്ച് അതിന് സ്ത്രീകളുടെ സഹായമടക്കം തേടിയിട്ട് നഗരങ്ങളിലും പ്രദേശങ്ങളിലും വലിയ കൊട്ടിഘോഷങ്ങൾ നടത്തിയ സമ്മേളനം, ആ സമ്മേളനത്തിന്റെ ശേഷം വെറും നമ്മുടെ സിറാജ് ദിനപത്രത്തിൽ ചില പരസ്യങ്ങൾ നൽകുകയും ചില വളരെ ചുരുങ്ങിയ പരസ്യം നൽകുകയും ചെയ്തപ്പോഴേക്ക് സുന്നത്ത് ജമാഅത്തിന്റെ കാവൽഭടന്മാരായ പ്രവർത്തകർ ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, രണ്ടത്താണിയെ ഞങ്ങൾ ഇവിടെ ശുദ്ധികലശം നടത്താൻ തന്നെയാണ് തീരുമാനമെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് അൽഹംദുലില്ലാഹ് ഇവിടെ ഒരുമിച്ചുകൂടിയ ഈ ജനങ്ങൾ അതിന്റെ സാക്ഷിയാണ്. നമ്മുടെ ഹുസൈൻ സലഫി പറയുന്നുണ്ട്, ഞങ്ങൾ കുറെ ആള് ഒരുമിച്ച് കൂടി പക്ഷേ ഒറ്റ വണ്ടിയും ബ്ലോക്കായില്ല. കാര്യമായി അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞൊരു മാറ്ററാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് കുറച്ച് മൗലവിമാരുടെ പ്രസംഗം കൂടി ഇടക്ക് കൊണ്ടുവരാം. കാരണം എന്തുകൊണ്ടെന്നറിയൂ, മുജാഹിദ് സമ്മേളനത്തിൽ വരെ അവരിപ്പോ സ്ക്രീൻ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് പ്രസംഗിച്ചത്. കാരണം അതിന് മറുപടി പറയൂല, അല്ലെങ്കിൽ പറഞ്ഞാൽ തന്നെയും മുജാഹിദീങ്ങൾ ഇത് കേൾക്കൂല എന്നാണ് അവർ മനസ്സിലാക്കിയത്. പക്ഷേ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ പ്രവർത്തകരായ ആളുകൾ എല്ലാ സമയത്തും എല്ലാ സ്ഥലത്തും ഉണ്ടാകുമെന്ന ഒരു ബോധം എല്ലാവർക്കും ഉണ്ടാകുന്നത് നല്ലതാണ്. സത്യം പറഞ്ഞ മുജാഹിദുകൾ സമ്മേളനത്തിന് എന്നാണ് ഡേറ്റ് നിശ്ചയിക്കുക എന്ന് ചർച്ച ചെയ്തപ്പോ അവർക്കും തോന്നി അത് കാന്തപുരം ഉസ്താദ് സെലക്ട് ചെയ്ത ഡേറ്റ് തന്നെയാണ് അതിന് നല്ലത് എന്ന് മുജാഹിദുകൾക്ക് തോന്നിയത് കൊണ്ടാവണം മർക്കസിന്റെ സമ്മേളനത്തിന്റെ അന്ന് തന്നെ ഇവിടെ വേറൊരു പൂരം നടത്തിയത്. അതുകൊണ്ടൊരു ഉപകാരം ഉണ്ടായിട്ടുണ്ട്. ഈ ഭാഗത്തുനിന്ന് പോകുന്ന ആളുകൾക്ക് ചിലപ്പോ മലമൂത്ര വിസർജനത്തിന് ഇവിടെ ഒരു കേന്ദ്രമായി എന്നതല്ലാതെ ഞങ്ങൾക്കതുകൊണ്ട് പ്രത്യേകം നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. ഏതായാലും ഒരു കാര്യം നമുക്ക് പറയാം, ഈ സമ്മേളനത്തിന്റെ സുന്നി സമ്മേളനത്തിന്റെ ഈ മഹത്തായ നമ്മുടെ ഒത്തുകൂടൽ വഹാബി പ്രസ്ഥാനത്തിനുള്ള ശക്തമായ താക്കീത് തന്നെയാണ്. ഇൻഷാ അല്ലാഹ് ഞങ്ങളും ഞങ്ങളുടെ നേതാക്കളും പ്രവർത്തകരുമൊക്കെ ഒത്തൊരുമയോടെ പ്രവർത്തിച്ചാൽ ഏതാനും വർഷങ്ങൾ കൂടി നിങ്ങൾ കാത്തിരിക്കുക, വഹാബിസത്തെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് കെട്ടുകെട്ടിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി ഞാൻ സമ്മേളനത്തെ ഒന്ന് അവലോകനം ചെയ്യുകയാണ്. മുജാഹിദിന്റെ MSMന്റെ സമ്മേളനം. പക്ഷേ ഞാൻ ആകെ അത്ഭുതപ്പെട്ടത് എന്താണെന്നറിയും, ഇവരെ പ്രമേയം എന്താ? അറിവ് സമാധാനത്തിനില്ല. ആകെ മുജാഹിദിന് ഇല്ലാത്തൊരു സാധനമാണ് അറിവ്. അല്ലേ മൗലവി? അതെ, അതാണ് ഇപ്പൊ ഇതുവരെ പറഞ്ഞത്. മുജാഹിദ് കേന്ദ്രത്തിൽ തീരെ ഇല്ലാത്തൊരു സാധനമാണ് അറിവ്. ആ സാധനം തന്നെ ഇല്ല. കാരണം ഒരു ഹദീസ് നമ്മൾ വാദപ്രതിവാദത്തിൽ പറയുമ്പോഴാണ് ഈ സാധുത് കേൾക്കുന്നത്. അങ്ങനെ അതിലുണ്ടോ? ഇനി നിങ്ങൾ നോക്ക്, നമ്മുടെ മൗലവിമാരെ ചില ആളുകളെ ഞാൻ കൊണ്ടുപോകും. നമ്മളെ സക്കരിയ സലാഹി, അദ്ദേഹം ഇപ്പൊ മുജാഹിദിലുണ്ടോ ഇല്ലേ എന്ന് തന്നെ അല്ലാഹു ആലം. പക്ഷെ ഈ സമ്മേളനത്തിൽ അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്തിനാണ് എന്ന് ഞാൻ ഇൻഷാ അല്ലാഹ് പിന്നീട് പറയും. അപ്പോ ഇയാൾ കാര്യമായിട്ട് പറയുന്നത് മുജാഹിദിന്റെ ഈ സമ്മേളനത്തിന്റെ പ്രമേയം എന്താണ്? ഞാൻ ഇവരെ നോട്ടീസ് നേരത്തെ കണ്ടപ്പോൾ തന്നെ നമ്മൾ അന്വേഷിച്ചു തുടങ്ങി. എന്തായിരിക്കും ഈ അറിവ് സമാധാനത്തിന് എന്ന വിഷയത്തിൽ മുജാഹിദുകൾക്ക് പറയാനുള്ളത്? അപ്പൊ നോക്കുമ്പോ പുതിയതൊന്നുമില്ല. ആ പണ്ടേ പറയുന്ന പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം, അതുപോലെ തന്നെ അവിടെ വള്ളി, ഇവിടെ കല്ല്, അവിടെ ലാത്ത, അവിടെ ഉസ്സായ്, ഇതല്ലാതെ അറിവും സമാധാനവും മുജാഹിദും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നവരെ സമ്മേളനവും പ്രചരണ സമ്മേളനവും ഒക്കെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നു. അപ്പൊ ഈ പ്രമേയം പഠിക്കാൻ വേണ്ടി മുജാഹിദുകൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കി ഞാൻ അന്വേഷിച്ചപ്പോ എനിക്ക് പ്രധാനമായി കിട്ടിയത് നമ്മുടെ സക്കരിയ സലാഹിയുടെ പ്രഭാഷണമാണ്. അറിവ് സമാധാനത്തിന് എന്ന ബാനർ വെച്ച് രണ്ടത്താണി സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പ്രഭാഷണം. ആ പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്,
ഇതൊരു മഹത്തായ സമ്മേളനമായിരിക്കുമെന്ന് അവിടെ നിന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് തുടങ്ങാം. മുജാഹിദ് പ്രസ്ഥാനം നടത്തിയ ഈ പൂരം അതൊരു മഹത്തായ സമ്മേളനമായിരുന്നു എന്ന് സക്കരിയ സലാഹി പറയുന്നു. ഇൻഷാ അല്ലാഹ് ഏതൊക്കെയാണ് ആ മഹത്തമായ സമ്മേളനത്തിന്റെ ഭാഗങ്ങളെന്ന് ഞാൻ പിന്നീട് പറയും. അതുകൊണ്ട് നിങ്ങളൊന്ന് കാത്തിരിക്കുക. നമ്മുടെ മിസ്റ്റർ സക്കരിയ സലാഹി വരുന്നു. അദ്ദേഹം ആ സമ്മേളനത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നു. ഏറ്റവും പുതിയ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിന്നാണ് ഇത് കേൾപ്പിക്കുന്നത്. ഒരു മഹത്തായ സമ്മേളനത്തിന് മലപ്പുറം ജില്ല സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് സംഘടിപ്പിക്കുന്ന സ്റ്റുഡൻസ് കോൺഫറൻസ് ഈ വരുന്ന 7, 8, 9 തീയതികളിൽ കോട്ടക്കലിനടുത്ത രണ്ടത്താണി സെൽഫി നഗറിൽ അരങ്ങേറുകയാണ്. വളരെ പ്രസക്തമായ ഒരു മുദ്രാവാക്യമാണ് സമ്മേളനത്തിനു വേണ്ടി കേരളത്തിലുടനീളം ചർച്ച ചെയ്യാൻ MSM തെരഞ്ഞെടുത്തിട്ടുള്ളത്. അറിവ് സമാധാനത്തിന്. ലോകമാകപ്പാടെ ഇനി മൂപ്പര് അങ്ങോട്ട് പോവാണ്. ലോകത്ത് അമേരിക്കയും ബ്രിട്ടനും ഒക്കെ അവിടൊക്കെ സമാധാനമില്ല. അതുകൊണ്ട് ഞങ്ങൾ സമാധാനം ഉണ്ടാക്കുന്ന ആളുകളാണ്. ആകെ സമാധാനം കേരളത്തിൽ നഷ്ടപ്പെടുത്തിയ ഏക വിഭാഗം അത് വഹാബി പ്രസ്ഥാനം മാത്രമാണ്. മുസ്ലിം ലോകം മൊത്തവും ഈ വഹാബിസം കൊണ്ട് മാത്രമാണ് അനൈക്യത്തിന്റെ ഭാഗത്തേക്ക് പോയത് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ മുജാഹിദുകൾക്ക് തന്നെ അറിയാം, കുറെ MSM, കുറെ KNM എന്നൊക്കെ പേര് വെക്കുന്നു എന്നല്ലാതെ ഈ സാധനത്തിലൊന്നുമില്ല. ഈ അടുത്ത് ഞാനൊരു പ്രസംഗം കേട്ടു. ആരാ പ്രഭാഷകൻ എന്നറിയോ? എന്റെ അടുത്ത നാട്ടുകാരനായ ഒരു സുല്ലമി, ഉൾപ്പുറം മൊഹിയുദ്ദീൻ സുല്ലമി. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, KNM എന്ന് പറഞ്ഞ് കുറെ ആളുകൾ ഇങ്ങനെ നടക്കുന്നു എന്നല്ലാതെ അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല. അപ്പൊ അയാൾ പറയുമ്പോൾ ഒരുപാട് പുതുമകളുണ്ട്. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, കേരള നദ്വത്തുൽ മുജാഹിദീന്റെയും MSMന്റെയും ഒക്കെ അവരെയൊക്കെ നയിക്കുന്ന ജംഇയ്യത്തുൽ ഉലമയുടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു ഈ സുല്ലമി. പിന്നീട് അദ്ദേഹം മടവൂരിലേക്ക് പോയി, മടവൂർ വിഭാഗത്തിലേക്ക് പോയി. ഏതായാലും സാധനം ഞങ്ങൾക്കൊന്നെയാണ്. രണ്ടത്താണിയിൽ ഈ സമ്മേളനം സംഘടിപ്പിച്ചതിന്റെ പിന്നിൽ മടവൂരികളെ വേദനിപ്പിക്കൽ കൂടി ലക്ഷ്യമാണ് എന്നാണ് ഒരു മുജാഹിദ് നേതാവ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എന്താണ് KNM, എന്താണ് അതിലുള്ളത് എന്ന് ഒരുപാട് കാലം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ജംഇയ്യത്തുൽ ഉലമയിൽ പ്രവർത്തിച്ച് ഇപ്പോൾ മടവൂർ വിഭാഗത്തിലുള്ള മൊയ്തീൻ സുല്ലമി പറഞ്ഞു തരും എന്താണ് ആ സാധനത്തിനുള്ളത്. MSM എന്നൊക്കെ പറഞ്ഞാൽ, KNM എന്നൊക്കെ പറഞ്ഞാൽ നേരത്തെ റഹീമാസ്റ്റർ പറഞ്ഞതുപോലെ തെർലിയത്ത് ചെല്ലേണ്ടതാണോ മറ്റേതാണോ എന്നൊക്കെ അതിൽ നിന്ന് വ്യക്തമാകും. അപ്പൊ അതുകൊണ്ട് അത് നമുക്കൊരൽപ്പം നമുക്ക് സുല്ലമിയുടെ വാചകങ്ങളിലൂടെ അതൊന്ന് കേൾക്കാം. കുറെ ആളുകൾ KNM എന്ന് പറഞ്ഞിട്ട് KNM അമ്മക്കാണ്. എന്നിട്ട് എന്ത് ചുക്ക ദത്ത ഈ KNMലുള്ളത് ഓരോ അലക്കയില്ല, ആദർശമാണ്. KNM നമ്മക്കേ KNM എന്ന് പറയാൻ പറ്റുള്ളൂ. അതിന് ഒരു ചുക്കൂല്ല. KNM നമ്മക്ക് അതിമ വാശി പിടിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ KNM ആ 2-3 ഇംഗ്ലീഷ് പദത്തമല്ല, നമ്മൾ ആദർശത്തിനാ വില കൊടുക്കുന്നത്. ആദർശത്തിനാ വില. അതില്ലാതെ എന്തെങ്കിലും വലിയ പേര് പറഞ്ഞു നടന്നിട്ട് ഒരു കാര്യമില്ല. അതാണ് രണ്ടു കൂട്ടരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആദർശത്തിനാണ് വില. അതേ, വിശ്വാസവും ആചാരവുമില്ലാതെ MSM എന്ന് പേരിട്ടിട്ടും കാര്യമില്ല, KNM എന്ന് പേരിട്ടിട്ടും കാര്യമില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആദർശം അള്ളാഹുവിന്റെ ദീൻ, ആ ദീന് വിട്ടുകൊണ്ട് നിങ്ങൾ എന്ത് പേര് സ്വീകരിച്ചാലും ചിലപ്പോൾ നിങ്ങൾ സലഫിയാകും, ചിലപ്പോൾ നിങ്ങൾ ഇസ്ലാഹിയാകും, ചിലപ്പോൾ നിങ്ങൾ അഹ്ലെ ഹദീസാകും. നിങ്ങൾ ഏത് പേരിട്ടാലും ശരി, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കേരളക്കരയിലെ മുഴുവൻ ജനങ്ങളെയും വഞ്ചിച്ച് അള്ളാഹുവിന്റെ ശിക്ഷ, ആ ശിക്ഷയുടെ കേന്ദ്രമായ നരകത്തിലേക്ക് ജനസമൂഹത്തെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങൾ ബ്രിട്ടീഷുകാരിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ടുണ്ടാക്കിയ ഈ പ്രസ്ഥാനം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ട എന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട ഉമർ ഖാദിയുടെയും ബഹുമാനപ്പെട്ട കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെയും പുത്തൻപള്ളി കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെയും ബഹുമാനപ്പെട്ട മമ്പുറത്തെ തങ്ങളുടെയും ഉമർ ഖാദിയുടെയും ഒക്കെ പാരമ്പര്യമുള്ള ദീന് വിട്ട് ഇത്തരം പേരുകൾ മുസ്ലിം സമുദായത്തിന് വേണ്ടേ വേണ്ട എന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ സമയത്ത് നമുക്ക് ഉറച്ചുറച്ചു പറയാം. എന്നിട്ട് എന്തിനാ അവര് വന്നത്? എന്തിനാ ഈ സമ്മേളനം നടത്തുന്നത്? കേരളത്തിലേക്ക് തന്നെ മുജാഹിദ് വന്നത് എന്തിനാ? നമ്മളെയൊക്കെ മുസ്ലിമാക്കാനാണ് പോലും വന്നത്. നോക്ക് നിങ്ങൾ, നേരത്തെ ഇവിടെ റഹിമാസ്റ്റർ പറഞ്ഞു, ഇവിടെ കേരളത്തിൽ എന്നാ സഹോദരന്മാരെ ഇസ്ലാം വന്നത്?
മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ നബി തങ്ങൾ മദീനയിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ കേരളക്കരയിൽ ഇസ്ലാമെത്തി. ആ ഇസ്ലാം അവിടെയുള്ള സ്വഹാബികളും താബിഈങ്ങളും എല്ലാ ആളുകളും ലോകത്തിന് പരിചയപ്പെടുത്തി. അതൊന്നും പറ്റൂല എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ നമുക്ക് പറ്റില്ല. മുജാഹിദ് ബാലുശ്ശേരിയുടെ വാക്കുകൾ നിങ്ങൾ കേട്ടോ. എന്തിനാണ് മുജാഹിദിന്റെ പ്രവർത്തനം, എന്തിനാണ് അവരുടെ സമ്മേളനം? അയാൾ എന്നെ പറഞ്ഞാൽ അത് മട്ടത്തിലാവും. കാരണം മുജാഹിദ് ബാലുശ്ശേരി പ്രത്യേകിച്ച് ഇവിടെ വലിയ പ്രസംഗം നടത്തിയതും അദ്ദേഹമാണ് ഈ മുജാഹിദ് സമ്മേളനത്തിൽ. കാരണം അദ്ദേഹത്തിന് അത്തരം സമ്മേളനങ്ങളൊക്കെ വലിയ താല്പര്യമുള്ളതാണ്. അതുകൊണ്ട് എന്താണ് മുജാഹിദ് പ്രസ്ഥാനം വന്നതിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു തരും. ഒരൽപ്പം നിങ്ങളത് കേട്ടിരിക്കുക. നേരം കൊടുക്കണ്ടേ? എന്നും ഇങ്ങനെ ഇരുത്തി തപ്പിയാൽ മതിയോ? അതിനാ ഞങ്ങൾ വന്ന് നിങ്ങളെ നന്നാക്കാം. അപ്പൊ നിങ്ങൾ വലിയ കേടില്ല. എന്താപ്പ സംശയോ? നിങ്ങൾ കട്ട് പിടിച്ച് നിങ്ങളിട്ട് വഹിച്ചല്ല, അല്ലേ നിങ്ങൾ ഇതാക്കുന്നില്ല. അല്ല, ദീനില്ല. അതാണ് പ്രശ്നം. വിധേയത്തേ ഉള്ളൂ, കൂടുതലും വിധേയത്ത്. ദീനില്ല. നിങ്ങൾ ചോദിക്കും ഞങ്ങൾ ഉണ്ട്, നബി പഠിപ്പിച്ച പോലെയല്ല. നിങ്ങൾ അജ്ജയില്ലേ, നബി പഠിപ്പിച്ച പോലെയല്ല. ഞങ്ങൾ ഉറച്ചു പറയും, ഞങ്ങൾ തെളിയിച്ചു തരാം. പക്ഷെ നിങ്ങൾ കൂക്കി ബഹളം ഉണ്ടാക്കില്ല. പേരോടും കൂട്ടരും ചെയ്ത പണി നിങ്ങൾ ചെയ്യരുത്. അടങ്ങി ഒതുങ്ങി കുത്തിരിട്ട് നിങ്ങൾ ഞങ്ങൾ മുമ്പിൽ വെക്കും. നിങ്ങൾക്ക് ദീനി ഞങ്ങൾ പഠിപ്പിച്ചു തരാം. ആരെ മുമ്പൊക്കാപ്പ ഞങ്ങൾ വരേണ്ടത്? ബാലുശ്ശേരിന്റെ മുമ്പൊക്കോ? നേരത്തെ മൗലവി പറഞ്ഞ പോലെ ഒരു കിതാബിന്റെ ഏതെങ്കിലും ഒരു ഇബാറത്ത് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. നിങ്ങൾ അറിവ് സമാധാനത്തിനുള്ള മുദ്രാവാക്യം വെച്ച് സമ്മേളനം നടത്തിയതല്ലേ? ഞങ്ങൾ സൂചിപ്പിക്കാം. ഞങ്ങൾ പറഞ്ഞ ഒരു ഇബാറത്തിന്റെ അർത്ഥം പറയാൻ ധൈര്യമുള്ള മൗലവിമാർ കേരളത്തിലുണ്ടോ? ഇനി നിങ്ങൾ നോക്ക്, എന്തിനാണത്ര ഇവർ വന്നതെന്ന് പറഞ്ഞല്ലോ. എന്നാ ഇവര് വന്നത്? എന്തിനാണ് ഇവര് വന്നത്? അതുകൂടി കേട്ടോളൂ. അത് നമ്മളെ ഈ വേങ്ങരക്കടുത്ത് ഒരു മുഖാമുഖം ഉണ്ടായല്ലോ, മുജാഹിദുകൾ ചോദ്യം ചോദിക്കാൻ പോയ സുഹൃത്തുക്കളെ അടിച്ച് വേദനിപ്പിച്ച മുജാഹിദിന്റെ മുഖാമുഖം. ആ മുഖാമുഖത്തിന്റെ സ്വാഗത പ്രഭാഷണം നടത്തിയ ആൾ പറയുന്നുണ്ട്, കേരളത്തിൽ മുജാഹിദ് എത്തിയിട്ട് എത്ര കാലമായി? അതുകൂടി കേട്ടോളൂ. എന്നാ പിന്നെ അതുകൂടി അങ്ങ് പൂർത്തിയോ. ഏകദേശം ഒരു നൂറ്റാണ്ട് കാലത്തോളമായി കേരളക്കരയിൽ മുസ്ലിം നവോത്ഥാന രംഗത്ത് ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം വ്യത്യസ്തങ്ങളായ ദഅ്വാ പരിപാടികളിലൂടെ തൗഹീദിന്റെയും സുന്നത്തിന്റെയും ആദർശം ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഏകദേശം ഒരു നൂറ്റാണ്ട് കാലമായി എന്നാണ് അവരെന്നെ പറയുന്നത് മുജാഹിദ് ഉണ്ടായിട്ട്. കേരളത്തിൽ ഇസ്ലാം ഉണ്ടായിട്ടോ? പറയണ്ടേ മറുപടി? മഹാന്മാരായ സ്വഹാബികൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ കേരളത്തിൽ വന്ന് ഇസ്ലാമിന്റെ വെളിച്ചവും തെളിച്ചവും ഈ നാട്ടുകാർക്ക് പകർന്നുകൊടുത്തുവെങ്കിൽ വെറും ഒരു നൂറ്റാണ്ട് കാലമെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞ പ്രസ്ഥാനം മുസ്ലിം സമുദായത്തിന് നിങ്ങളുടെ വാളോ നിങ്ങളുടെ ഉപദേശമോ ആവശ്യമേ ഇല്ല. നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടി നടത്തി ഒക്കെ വിധേയത്വവും. ഞാൻ ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഇങ്ങനെ ഒരു MSMന്റെ സമ്മേളനം നടത്തിയിട്ടുണ്ടോ? നിങ്ങൾ പറയേണ്ടതാണ്. മറുപടി നിങ്ങൾ പറയണം. എന്തുകൊണ്ട്? ഞങ്ങൾ എന്ത് ചെയ്താലും ചോദിക്കോ നബി നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇനി ഇവരെ പ്രമേയത്തിലേക്ക് തന്നെ നമുക്ക് വരാം. ഞാൻ പറഞ്ഞല്ലോ, മുജാഹിദിന് തീരെ ഇല്ലാത്ത ഒരു സംഗതിയാണ് പ്രമേയമായി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് മിസ്റ്റർ സക്കരിയ സലാഹി തന്നെ പറയും. അവരുടെ പ്രമേയം എന്താണ് നമുക്ക് നൽകുന്ന ആശയമെന്ന് പറയും. എന്നിട്ട് നമുക്കൊരല്പസമയം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അറിവാണല്ലോ, അത് എത്രമാത്രം ഉണ്ട് എന്ന് ഒരു ചെറിയ പരിശോധന അത് മാത്രം നമുക്ക് നടത്താവുന്നതാണ്. ആദ്യം നമ്മൾ സക്കരിയ സലാഹി വരും. അയാൾ ഈ പ്രമേയം ഒന്ന് വിശദീകരിക്കട്ടെ. ഒന്ന് വിശദീകരിപ്പിക്കുക അയാൾക്ക്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രമേയം MSM തെരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അറിവും വിദ്യാഭ്യാസവും ഒക്കെ മനുഷ്യനെ നന്മക്ക് പ്രേരിപ്പിക്കണം, സമാധാന ജീവിതത്തിന് ഉപയുക്തമാകണം എന്ന തത്വം അത് ഈ നാട്ടിലെ വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെയും പഠിപ്പിക്കേണ്ടതുണ്ട് എന്നത് തന്നെയാണ് MSM ഈ പ്രമേയത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അറിവിനും തെളിവിനും വലിയ പ്രാധാന്യം കൽപ്പിച്ച മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. അറിവിന്റെയും തെളിവിന്റെയും അടിസ്ഥാനത്തിൽ ഇസ്ലാം മതത്തെ ഉൾക്കൊള്ളുവാനാണ് ഇസ്ലാം അതിന്റെ അനുയായികളോട് ആവശ്യപ്പെടുന്നത്. പഠിക്കാനും വായിക്കാനും ചിന്തിക്കാനും അന്വേഷിക്കാനും അറിയാനും അറിയിക്കാനും ഒരുപാട് പ്രേരണ നൽകിയ മതമാകുന്നു പരിശുദ്ധ ദീനുൽ ഇസ്ലാം. നിങ്ങൾക്കറിയാം,
ഒരാൾ മുസ്ലിമാകുന്നത് 2 ഷഹാദത്ത് കലിമകൾ അംഗീകരിക്കുമ്പോഴാണ്. എങ്ങനെയാണ് അയാൾ അംഗീകരിക്കേണ്ടത്? ഞാൻ അംഗീകരിക്കുന്നു എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന 2 കലിമകളും മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് വെളിവാക്കി പറയണം എന്ന് പണ്ടേ മദ്രസയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ വെറുതെ നാവുകൊണ്ട് പറഞ്ഞതാകണ്ടായില്ല. അതിനാശയം എന്താണ്, താല്പര്യം എന്താണെന്ന് മനസ്സിൽ ഉറപ്പിക്കണം, മനസ്സിലാക്കണം, ബോധ്യം വരണം. കാരണം പരിശുദ്ധ ഖുർആൻ എന്ന സൂറത്ത് മുഹമ്മദിലെ 19-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് നീ അറിയണം, നീ മനസ്സിലാക്കണം, നീ ഗ്രഹിക്കണം. വെറുതെ പറഞ്ഞാ പോരാ, അത് അടിസ്ഥാനമായി നിങ്ങൾ വിലയിരുത്തുക. ഇൻഷാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുജാഹിദിന് തിരിഞ്ഞിട്ടില്ല, അള്ളാഹുവിനെയും തിരിഞ്ഞിട്ടില്ല, ഇൽമ ഇല്ല എന്ന അറിവ് പോലും മുജാഹിദികൾക്കില്ല എന്ന് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഇവിടെ തെളിയിക്കാൻ പോവുകയാണ്. എന്ത് വിവരമാ നിങ്ങൾക്കുള്ളത്? ബഹുമാനപ്പെട്ട വലിയ വലിയ പണ്ഡിതന്മാരെ വെറുതെ എതിർക്കുക എന്നതിലപ്പുറം മുജാഹിദ് പ്രസ്ഥാനത്തിന് എന്തറിവാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഉള്ളത്? അറിവ് സമാധാനത്തിനെന്ന് ഒരു മുദ്രാവാക്യം പറയാൻ മുജാഹിദുകൾക്ക് അധികാരമേ ഇല്ല. എന്തുകൊണ്ട്? ഞങ്ങൾക്ക് പറയാനുള്ളത് വഹാബിസം തന്നെ അറിവില്ലായ്മയുടെ സൃഷ്ടിയാണ്. ഒരാൾ എന്തുകൊണ്ട് മുജാഹിദാകുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഒന്നാമത്തെ ഉത്തരം അവന് അറിവില്ലാത്ത ഒരു ജാഹിലായതുകൊണ്ടാണ് എന്നാണ് ഒന്നാമതായി ഞങ്ങൾക്ക് പറയാനുള്ള ഉത്തരം. എന്തുകൊണ്ടെന്നറിയോ? ഈ പ്രഭാഷണത്തിൽ തന്നെ അറിവ് സമാധാനത്തിന് എന്ന് പറഞ്ഞ അതേ പ്രസംഗത്തിൽ തന്നെ അറിവില്ലായ്മയുടെ ജഹ്ലിന്റെ ഘോഷയാത്രയാണ് ഇതേ മൗലവി നടത്തുന്നത്. കാരണം എന്തുകൊണ്ട്? നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട സയ്യിദുൽ മഖ്ദൂം തങ്ങള് എഴുതി വെച്ച വരികളും ഒരു സമ്മേളനം നടത്തിയിട്ട് കാര്യമായി ചെയ്ത പണിയാണ് ഞാൻ പറയുന്നത്. അറിവ് സമാധാനത്തിനെന്ന് പറഞ്ഞ് മുസ്ലിം സമുദായത്തെ വഞ്ചിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലും അവഹേളിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥാനം ഇടിച്ചു താഴ്ത്താനുമാണ് ഇവിടെയുള്ള പ്രഭാഷകരും ഇതിന്റെ മുഴുവൻ ഈ പ്രമേയ ഭാഷണം നടത്തിയ മൗലവിമാരൊക്കെ ഈ സമയത്തും അവർ പറഞ്ഞുകൊണ്ടേയിരുന്നത്. ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം, കൂടുതലൊന്നും പറയുന്നില്ല. അറിവ് സമാധാനത്തിന് എന്ന പ്രമേയം വിശദീകരിച്ചുകൊണ്ട് സക്കരിയ സലാഹി നടത്തിയ പ്രസംഗം ഞാൻ കേട്ടു. അതിലുടനീളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറയാൻ അനുവദിക്കൂല. ഒന്ന് നോക്ക് നിങ്ങൾ, ഒറ്റ ഒന്ന് സാമ്പിളിന് വേണ്ടി കാണിക്കുന്നു. എന്താണ് ഇവർ പഠിപ്പിക്കുന്ന വിജ്ഞാനം? ഇബ്ലീസിന്റെ വിജ്ഞാനമാണ്. ഇബ്ലീസ് പഠിപ്പിച്ചു കൊടുക്കുന്ന വിജ്ഞാനമാണ് മുജാഹിദ് സമാധാനത്തിനായി കണ്ടെത്തിയത് എങ്കിൽ ഞങ്ങൾക്കതിൽ അഭിപ്രായം പറയാനില്ല. നോക്കൂ, സക്കരിയ സലാഹി തന്നെ പറയുന്നു. അതേ പ്രഭാഷണം രണ്ടത്താണി സമ്മേളനത്തിന്റെ പ്രമേയം വിശദീകരിച്ചുകൊണ്ട് മിസ്റ്റർ സക്കരിയ സലാഹി നടത്തിയ പ്രസംഗത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയുന്നതിനെതിരെ വളരെ ശക്തമായി അദ്ദേഹം ആഞ്ഞടിക്കുന്നു. ഒന്ന് കേൾക്കുക നിങ്ങൾ. റസൂലുള്ളാഹിക്ക് ഇല്ലാത്ത സ്ഥാനങ്ങൾ ചാർത്തി കൊടുത്തുകൊണ്ടല്ല. റസൂലിനെ സംബന്ധിച്ച് അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം എന്താ? ആ വിശ്വാസം ഞങ്ങൾക്കുള്ളത്. ഇവർക്കുള്ള വിശ്വാസം അഹ്ലുസുന്നത്തിന്റെ വിശ്വാസമല്ല. സമസ്തയുടെ 3-ാം ക്ലാസ്സിലെ മദ്രസയിൽ പഠിപ്പിക്കുന്നു താരീഖുർ റസൂൽ, നബി തങ്ങളുടെ പ്രകാശം, റസൂലുള്ളാഹിന്റെ പ്രകാശമാണ് ലോകത്താദ്യമായി പടച്ചതെന്നും അതിൽ നിന്നാണ് സർവ്വചരാചരങ്ങളും ഉണ്ടായതുമുള്ള കള്ളക്കഥ മദ്രസയിൽ പോലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. റസൂൽ ജീവിച്ച കാലത്തും ഒരു പ്രകാശമായിട്ടാണ് ജീവിച്ചത്. റസൂലുള്ളാഹിക്ക് നേരില്ല എന്ന് പ്രസംഗിക്കുന്നു. അല്ലേ? ആരാ ഇതൊക്കെ പറഞ്ഞേ? ഇന്ന ബൈതൻ അന്ത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറുജി. നബിയേ, നിങ്ങൾ താമസിക്കുന്ന വീട്, അവിടെ വിളക്കുകളുടെ ആവശ്യമില്ല. നബി തന്നെ ഒരു ട്യൂബ് ലൈറ്റാണ്, നബി തന്നെ ഒരു ഗ്യാസ് ലൈറ്റ് പോലത്തെ വെളിച്ചമാണ് എന്ന് വിശ്വസിക്കുന്നു. നമ്മളാരും അങ്ങനെ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കരുത്. കാരണം നിങ്ങൾ സാക്ഷാൽ ദജ്ജാലിന്റെ അനുയായികളല്ലേ. ഞങ്ങളെ നേതാവിനെ കുറിച്ച് നിങ്ങൾ അങ്ങനെ വിശ്വസിക്കണ്ട. ഞങ്ങളെ വിശ്വസിച്ചുകൊള്ള. ഞാൻ പറയുന്നു, അറിവ് സമാധാനത്തിനെന്ന് പറഞ്ഞൊരു പ്രമേയം വെച്ചിട്ട് നിങ്ങൾ കാര്യമായി പ്രസംഗം നടത്തിയത് ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇകഴ്ത്താൻ
നിങ്ങൾക്ക് എന്താണ്? സക്കരിയ സ്വലാഹിക്ക് നോക്കുമ്പോ നയലുണ്ട്. അപ്പൊ ഇയാൾ മനസ്സിലാക്കി രബിതങ്ങൾക്കുണ്ടാവും. ഓ മൗലവി, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാണ് ലോകത്തെ ആദ്യമായി പടച്ചത് എന്ന് ഞങ്ങൾ പറഞ്ഞതല്ല. ഹദീസിന്റെ കിതാബ് എടുത്തു നോക്ക്. അറിവില്ലാത്ത നിനക്കെന്ത് ഹദീസിന്റെ കിതാബാണ്? ഹാഫിദ് അബൂ നുഐമിന്റെ കിതാബ് എടുത്തു നോക്ക്. അതാ വളരെ വ്യക്തമായി തന്നെ ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചില്ലേ, നബിയേ മാദാ ഖലഖല്ലാഹു തആല അവ്വല, അല്ലാഹു തആല ലോകത്ത് ആദ്യമായി പടച്ച വസ്തു എന്താണ്? മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി, നൂറു നബിയിക യാ ജാബിർ, ഓ ജാബിറേ, നിന്റെ നബിയാകുന്ന എന്റെ പ്രകാശമാണ് ലോകത്ത് ആദ്യമായി പടച്ചതെന്ന് ലോകത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി. രണ്ടത്താണിയിലുള്ള മുഴുവൻ മുജാഹിദുകളെയും ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, ആ സമസ്ത കേരള ഈ ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഞങ്ങൾ പഠിപ്പിക്കുന്ന ഈ ആദർശം തെറ്റാണെന്ന് തെളിയിക്കാൻ ഇബ്ലീസ് അടക്കമുള്ള സർവ്വ മുജാഹിദുകളെയും ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. തയ്യാറുണ്ടോ ഈ വെല്ലുവിളി സ്വീകരിക്കാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ഖുർആൻ തന്നെ പറഞ്ഞതെന്താ? യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെട്ടിത്തിളങ്ങുന്ന അതേ എല്ലാ അർത്ഥത്തിലും അവിടുന്ന് സിറാജാണ്, വിളക്കാണ്, പ്രകാശമാണ്. അൻത ശംസുൻ അൻത ബദറു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ആശയം സൈനുദ്ദീൻ മഖ്ദൂം തങ്ങള് എഴുതി വെച്ചപ്പോ ആ ആശയത്തെ എതിർത്തിട്ട് ഇതിനു വേണ്ടിയാണോ നിങ്ങൾ രണ്ടത്താണിയിൽ സമ്മേളനം വെച്ചത്? ഞങ്ങൾ ചോദിക്കുകയാണ് നിങ്ങളോട്. സമ്മേളനം നടത്തിയത് അതിനാണ്. ഞാൻ വെറുതെ പറയല്ല. അറിവ് സമാധാനത്തിന് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കേൾക്കും. ഞാനതൊന്നും കൂടുതൽ വിശദീകരിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞങ്ങൾ പറയുന്നു, നിങ്ങളുടെ സംഘടന ജാഹിലീങ്ങളുടെ പടയാണ്. ഒരിക്കലും ആ പ്രമേയം നിങ്ങൾക്ക് ശരിയായില്ല. കാരണം എന്താണെന്നറിയോ? ഇവരെന്തെങ്കിലും ഒന്ന് കേൾക്കും. ഞാനിപ്പോ ഈ അടുത്ത് KB അബ്ദുൽ ലത്തീഫ് മൗലവി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഗുളിക മൗലവി എന്നാണ് അയാൾക്ക് പറയുക. അങ്ങനെ പറയാനൊരു പേരുണ്ട്. ആ പേരിടാനൊരു കാരണം എന്താണെന്നറിയോ? റമദാനായ അയാൾ പറയും, പകല് നോമ്പിൽ സാധാരണ ഗുളിക കുടിച്ചതുകൊണ്ട് കുഴപ്പമില്ല എന്ന് അയാൾ മദ്ഹബ്. കാരണം അത് ഭക്ഷണമല്ല എന്നാണ് അതിന്റെ തെളിവ്. അങ്ങനെമാർക്ക് തോന്നുന്നത് ഉണ്ടാക്കലാണല്ലോ. ഇപ്പൊ സലാം സല്ലമിയുടെ പുതിയ ഫത്വങ്ങൾ കേട്ടില്ലേ? ശബാബിൽ ഒരു ചോദ്യമുണ്ട്, എന്താ നിസ്കരിക്കുമ്പോൾ പാമ്പിനെ കണ്ടാൽ എന്ത് ചെയ്യണം? പാമ്പിനെ കണ്ടാൽ അപ്പൊ മറുപടി, നിസ്കാരം മുറിക്കേണ്ടതില്ല, വടിയെടുത്ത് കൊണ്ടുവന്ന് പാമ്പിനെ അടിച്ചു കൊന്ന് നിസ്കാരം തുടരേണ്ടതാണ്. ഇനിയിപ്പോ നിസ്കാരം മുറിക്കാൻ എന്താ ചെയ്യാന്നാ ഞാൻ ആലോചിച്ച്. ഇതൊന്ന് മുറിഞ്ഞു കിട്ടണമെങ്കിൽ എന്ത് ചെയ്യും? യാതൊരു കഥയുമില്ലാതെ പോവുകയാണ്. ഇപ്പോ നമ്മളെല്ലാ സദസ്സിലും എന്ത് ചെയ്യും? ദ്വാരക്കും. ഇവരോ ഇവര് ദ്വാരക്കൂല. എന്നാ ദ്വാരക്കുന്നത് എന്താന്ന് ഇവർക്ക് അറിയോ? അതറിയൂല. ഇപ്പൊ നിക്കാഹിന്റെ സിയ മാറ്റാൻ നിങ്ങൾ കണ്ടില്ലേ? ഒരു ഉസ്താദ് കാര്യമായിട്ട് നിക്കാഹിന് വന്ന് അപ്പോ മോശൻ പറഞ്ഞ് സബ്ബജത്തുക്ക വാങ്കഹ്തുക്ക. അപ്പൊ അപ്പുറത്തുനിന്ന് വന്നത് ഒരു മുജാഹിദ് ചേർക്കനായിരുന്നു, ചെക്കൻ, പുതിയാപ്പിളായിട്ട് വന്നത്. അപ്പൊ ഉസ്താദ് ഖബിൽതു പറഞ്ഞു കൊടുത്തു. ഇവൻ പറഞ്ഞ് ഓക്കെ. ഖബിൽത്ത് പറയില്ല, ഓക്കെ എന്നേ പറയുള്ളൂ. നിക്കാഹ് നടന്നില്ലെന്ന് കല്യാണം പിരിച്ചുവിട്ടാലോ? നിങ്ങളെങ്ങനെ ചങ്ങാതിമാരെ സമാധാനം ഉണ്ടാവുങ്ങൾക്ക് ഈ അറിവില്ലായ്മയുടെ പട? എന്നിട്ട് ഒരു മൗലവി KB അബ്ദുൽ, ഇയാളെ വിവരം പറയുന്നത്. ഇവർക്കെന്ത് വിവരം? നമ്മുടെ സാധാരണ ഉസ്താദ്മാര് ദ്വാരക്കലുണ്ട് നിക്കാഹ് കഴിഞ്ഞു. അപ്പൊ ഒരു മൗലവി എവിടുന്ന് അത് കേട്ടിരുന്നു. അപ്പൊ അയാൾ തല തിരിച്ചാ മനസ്സിലാക്കിയത്. നിങ്ങൾ നോക്ക്, ഒന്ന് ഞാൻ കാണിച്ചത്. നമ്മൾ KB അബ്ദുൽ ലത്തീഫ് മൗലവി നമ്മൾ ദ്വാരക്കുന്നതിനെ പരിഹസിക്കുന്നുണ്ട്. അതിന്റെ കോലങ്ങളൊന്ന് നോക്ക്, ഒന്ന് വെച്ചുകൊടുക്കുവനെ. നമ്മളൊക്കെ വീട്ടിൽ നമ്മളൊക്കെ പെൺകുട്ടികളെ കല്യാണം കഴിക്കുമ്പോൾ ഇവര് ദ്വാരക്കുന്നുണ്ട്. നമ്മളെ മോളെ കാര്യത്തിലാ ദ്വാരക്കുക. പക്ഷേ മുസ്ലിയാർ പറയുന്നത് അല്ലാഹുമ്മ അല്ലിഫ് ബൈന ആദം വ ഹവ്വാ. ആദം നബിന്റെയും ആദം നബിന്റെ ഭാര്യ ഹവ്വയെയും ഇണക്കി കൊടുക്കണേ. ബല ഇണക്കി കൊടുത്ത പോലെ ഉണ്ട്. അപ്പൊ ഓൽക്ക് വേണ്ടിയ പണി.
നമ്മൾ ആദം നബിനെ ഹവ്വാവിനെ ഇളക്കിയ പോലെയല്ല, അള്ളാന്റെ റസൂലും അള്ളയും പഠിപ്പിച്ചതുപോലെ ഇവരെ ഇണക്കി ചേർക്കണമെന്നാ പറഞ്ഞത് കേട്ടോ. എന്താ സ്ഥിതി? അപ്പൊ മൂപ്പര് മനസ്സിലാക്കിയത് നേരെ എതിരാ. നമ്മൾ ആദം നബിനെ ഹവ്വാവിനെ ഇണക്കി കൊടുക്കണമെന്നല്ല പറയുന്നത്. അല്ലാഹുമ്മ അല്ലിഫ് ബൈന ഹാദൈനി സൗജൈൻ കമാ അല്ലഫ്ത ബൈന നബിയിനാ മുഹമ്മദ് എന്നാണ് പറയുന്നത്. ആദം നബിയെയും ഹവ്വാവിനെയും ഇണക്കിയ പോലെ ഇവരിണക്കണേ. ഇയാൾ നേരെ എതിരായിട്ടാണ് മനസ്സിലാക്കിയത്. കാരണം വഹാബിസം അസ്വസ്ഥതക്കാണ്, അറിവ് സമാധാനത്തിനാണ്. അത് തന്നെയാണ് അതിന്റെ കാരണം. വിവരം നിങ്ങൾക്ക് ഇല്ലേ ഇല്ല. ഇയാൾ എന്നെ വേറൊന്നും കൂടി പറയും. ആര്? നമ്മളെ KV അബ്ദുൽ ലത്തീഫ് മൗലവിൻ ഒന്നുകൂടി കേൾക്കാം. അയാൾ വിശുദ്ധ ഖുർആനിന് അതൊക്കെ നിങ്ങൾ അതിന്റെ ഇത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇവർ ഈ സ്ത്രീകളുടെ ഒരു അഴിഞ്ഞാട്ടത്തിന് നൽകുന്ന സ്ഥാനം KV ഈ പ്രസംഗം നടത്തുന്നത് എവിടെയാണെന്നറിയോ? വെറും സ്ത്രീകൾ മാത്രമുള്ള ഒരു സദസ്സിൽ ഇയാൾ മാത്രമുണ്ട് ആണായി പഠിച്ചത് ഇയാൾ മാത്രം. നേരെ മുന്നിലിരുന്നിട്ട് അയാളെ ക്ലാസ് ഇൻഷാ അല്ലാഹ് ഞാൻ ഒന്നുകൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. വിശുദ്ധ ഖുർആനിനെ പരിഹസിക്കുന്നു അതേ ക്ലാസ്സിൽ വെച്ച്. ഇവരൊക്കെ എങ്ങനെ നന്നാവാനാണ്? അതൊന്ന് കാണിച്ചു കൊടുക്കും. ബാക്കിയൊന്നും ഖുർആനിലില്ലാത്ത വൈദ്യ മനസ്സിലായോ? എളുപ്പം ഒതുക്കി തരും. അതിങ്ങനെ ഇതിങ്ങനെ കിടന്ന് കളിക്കുക. ഇത് നിൽക്കൂല. അത് കേടുന്ന റേഡിയോ എന്നാക്കുമ്പോൾ പെണ്ണുങ്ങൾ അതിന്റെ ബാക്കിൽ മൊത്തം പെണ്ണുങ്ങളാ, മുന്നിലും പെണ്ണാണ്, മുഴുവൻ ഭാഗത്തും പെണ്ണുങ്ങളെ എത്തിയിട്ട് ഇയാളെ പ്രസംഗം. ഇയാൾ പറയുന്നുണ്ട് നിങ്ങളെ കണ്ട സംഗതി അടങ്ങാറന്നെ കേട്ടോ. പെണ്ണുങ്ങളോട് പെണ്ണുങ്ങളെ കാണുമ്പോ അടങ്ങാറാനുണ്ട്. അതിനുശേഷം കളിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇവരെ സമ്മേളനത്തിൽ എത്രയാണ് ആ ഇടങ്ങാറിന്റെ കണക്ക് എന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ കേൾപ്പിക്കുന്നു. ഇരിക്കട്ടെ. ഇനി മുജാഹിദ് ബാലുശ്ശേരി അറിവ് സമാധാനത്തിനാണല്ലോ. അറിവിന്റെ ഊക്ക് നോക്കിക്കോ. വലിയ ആളാണ് ബാലുശ്ശേരി. അയാൾ പറയുന്നത് കേട്ടോ. നിങ്ങൾ നോക്കൂ, അമ്പിയാക്കളുടെ പേര് വളരെ ചെറിയ പേരാണ്. മൂസാ നബി, ഈസാ നബി, ഇവരെ തങ്ങന്മാരെ ഔലിയാക്കന്മാരെ പേര് നോക്കൂ നിങ്ങൾ. എന്തൊക്കെ ഹാജ മുഹീദ്ദീനിൽ, ജിസ്തിയിൽ, അജ്മീരിയിൽ, നാഗൂരിയിൽ, ബൾബൂരി. എന്താ വലിയ വലിയ ആലിമീങ്ങളാ അപ്പൊ അതൊക്കെ. ആ സാധു മനസ്സിലാക്കിയത് ബൾബൂരി എന്ന് പറഞ്ഞാൽ അതൊരു അറബിയാന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. പണ്ടൊരു സ്ഥലത്ത് നമ്മൾ മസ്ജിദ് 100 എന്ന് പേരിട്ട് ഒരു പള്ളി ഉണ്ടാക്കി. മുജാഹിദ് അപ്പുറത്തൊരു പള്ളി ഉണ്ടാക്കി, മസ്ജിദ് 200 എന്നും പേര്. അപ്പൊ ഇതേതാണ് സംഭവം എന്ന് ഇവർക്ക് തിരിഞ്ഞിട്ടില്ല. ഇപ്പൊ ഈ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ബൾബൂരി രാഹുലിനൊക്കെ അത് നിങ്ങളെ ആൾക്കാർക്ക് തന്നെയാണ് പറ്റിയത്. നേരത്തെ പറഞ്ഞ പോലെ ആദ്യൊരു മൗലാന, പിന്നൊരു മൗലാന. ഏതായാലും മുജാഹിദ് ബാലുശ്ശേരിക്ക് മാത്രം ഒരു ബിരുദം കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഈ സമ്മേളനത്തിൽ വെച്ച് നൽകുകയാണ് മുജാഹിദിൽ ബാലുശ്ശേരിയിൽ ബൾബൂരി. കാരണം എന്താ? അത് ഞങ്ങളെ ഔലിയാക്കൾക്ക് വേണ്ട, ഞങ്ങളുടെ ഔലിയാക്കൾക്കും ഞങ്ങളുടെ നേതാക്കൾക്കും അല്ലാഹു തആല ആദരിച്ചു നൽകുന്ന ഓരോ സ്ഥാനപ്പേരുകൾ അതും ജനിക്കുമ്പോ തന്നെ കിട്ടുന്നതല്ല, താജുലമായിട്ട് ജനിച്ചവരല്ല, മറിച്ച് ആ അംഗീകാരത്തിന് നൽകുന്ന ഒരു മഹത്തായ സ്ഥാനമാണത്. ഇനി നോക്ക് നിങ്ങൾ, അറിവ് സമാധാനത്തിനാണല്ലോ. വഹാബിസത്തിന് തീരെയില്ലാത്ത സാധനം അറിവ്, തീരെയില്ല. നമ്മൾ സാധാരണ കൊണ്ടുവരുന്ന ഒരു മൗലവിനെ അയാളെ ഇവിടെ കൊണ്ടുവന്നില്ലെങ്കിൽ അത് വലിയൊരു അപാകതയാവും. അതുകൊണ്ട് അതും കൂടി കൊണ്ടുവരാം. ഇവരെ അറിവ് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ഹമീദ് മൗലവി ഇല്ല ഇവിടെ, അയാളൊന്നും കൊണ്ടുവരും. നല്ലതാണ് അയാളൊന്ന് കാണുന്നത്. കാരണം ഇവരുടെ വലിയ വലിയ നേതാക്കള് അറിവ് സമാധാനത്തിന് എന്ന് ക്ലാസ് എടുക്കുമ്പോ ഇവർക്ക് ഞങ്ങളുടെ മദ്രസയിലെ 2ാം ക്ലാസ്സിലെ കുട്ടിയുടെ വിവരം പോലുമില്ല എന്ന് ഞങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ സമുദായത്തോട് വിളിച്ചു പറയുന്നു. വഹാബിസം അറിവില്ലായ്മയുടെ സിദ്ധിയാണെന്ന് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല. ഈ ഹമീദ് മുസ്ലിയാരൊക്കെ ഇവരുടെ മഹാ ആലിമാണ്, ആലിമുൽ അല്ലാമാന്നൊക്കെ പറയും. ഇനി അതിന്റെ അപ്പുറം പേരുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കാം. നോക്ക് നിങ്ങൾ അയാളെ വിവരം. ഇയാളാണ് മങ്കൂസ് മൗലിദിനെ എതിർക്കുന്നത്. ഇയാളെ പ്രസംഗത്തിൽ ഇയാൾ പറയുന്നു മങ്കൂസ് മൗലിദ് തെറ്റാണ്. എന്നിട്ട് അയാൾ പറയാണ് കാരണം എന്താ? അതിലുണ്ട് എന്ത്? അലാ ഹുവല്ലദീ തവസ്സല ബിഹി ആദം, പിന്നെയോ വസ്തഗാസ ബിഹി നൂഹ്, ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം തേടി എന്ന സംഭവം ഇയാൾക്ക് എത്ര ചിന്തിച്ചിട്ട് മനസ്സിലായിട്ടില്ല. അതെങ്ങനെ ഉണ്ടാവുക? നൂഹ് നബി എങ്ങനെയാണ് വിധങ്ങളോട് സഹായം തേടുക? പക്ഷേ അത് എതിർക്കുമ്പോ ഇയാൾക്കാകെ അങ്ങ് പഴച്ചുപോയി. വലിയ വിവരമുള്ള ആളാണ്. കാരണം ഇയാൾ ആദ്യം തന്നെ തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണെന്ന് അറിയൂ. ഇയാൾ പറയാണ് ലൂത്ത് നബിയുടെ കാലത്ത് ഒരു വലിയ വെള്ളപ്പൊക്കമുണ്ടായി. ആദ്യം തന്നെ തുടങ്ങുന്നത് തെറ്റാ. ലൂത്ത് നബിന്റെ കാലത്താ വെള്ളപ്പൊക്കം ഉണ്ടായത്? അല്ല. പിന്നെ അത് നൂഹ് നബിന്റെ കാലത്താന്ന് അറിയാത്തവരുണ്ടോ? ഇയാൾ പറയാണ്. വല്ലാതെ ഇയാൾ പ്രസംഗിച്ചപ്പോ ഒരു സംഘാടകൻ വന്നിട്ട് വല്ല തോണ്ടി, എന്താ മൗലവി ഇതൊക്കെ പ്രസംഗം? എന്ത് പ്രസംഗം? അത് നൂഹ് നബിയാന്ന് എല്ലാവർക്കും അറിയുന്നതല്ലേ.
ഇയാൾ തിരിഞ്ഞിട്ട് പറഞ്ഞു, ആ അത് ലൂത്ത് നബി അല്ലട്ടോ, നൂഹ് നബിയാണ്. ഉടനെ പറഞ്ഞു, അല്ല, അത് ലൂത്ത് നബി തന്നെയാകുന്നു. നല്ല അറിവാ. ഇതിന് ഭയങ്കര പ്രസംഗം. ലൂത്ത് നബിയുടെ കാലത്ത് വലിയ വെള്ളപ്പൊക്കമുണ്ടായി. അല്ലാഹു പറയുകയാണ്, വനജ്ജൈനാഹു, ലൂത്ത് നബിയെ നമ്മൾ രക്ഷപ്പെടുത്തി. അല്ലാഹു പറഞ്ഞ നൂഹ് നബിയെ രക്ഷപ്പെടുത്തി എന്നാണ്. അവസാനയാളെ ഫത്വ, ഇതിനെതിരിൽ പറഞ്ഞവൻ കാഫിറാകുന്നു. അത് പിന്നെ പെട്ടെന്നാകുമല്ലോ. നല്ല അറിവല്ലേ, അറിവിന്റെ കോചാക്കന്മാരാ നിങ്ങളൊക്കെ. എവിടുന്ന് ഏതറിവാടോ? ഇബ്ലീസിന്റെ അറിവല്ലേ നിങ്ങളെ അറിവ്. ആ അറിവ് മുസ്ലിം സമുദായത്തിന് വേണ്ട. അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. കേട്ടോ, അവസാനം ഇയാളെ പഠിപ്പിക്കുന്നത് മങ്കൂസ് മൗലിദാണ്. ഇയാള് ലാസ്റ്റ് മങ്കൂസ് മൗലിദ് ഇങ്ങെടുത്ത് എന്നെ എതിർക്കാൻ അതൊക്കെ പറഞ്ഞുണ്ടാക്കിയത്. അപ്പൊ നോക്കുമ്പോ അതിലുണ്ടെന്ത്, വസ്തഗാസ ബിഹി നൂഹുൻ. നൂഹെന്ന് വായിച്ചപ്പോ പിന്നെ മൂപ്പര് മിണ്ടണില്ല. കാരണം എതിരെ വായിച്ചതൊക്കെ ലൂത്തായി, പൊട്ടി, എല്ലാം തകർന്നു എന്ന് മനസ്സിലായി. അപ്പൊ ഇയാള് പറഞ്ഞു, സംഘാടകൻ ചോദിച്ചു, ചങ്ങായി എന്നോട് നേരത്തെ പറഞ്ഞില്ല ലൂത്ത് നബിയില്ല. അവസാനം ആ ചങ്ങാതി പറയാണ്, എനിക്കിതിലൊന്നും കഴിയില്ലട്ടോ, ഞാൻ അതിലൊന്നും പറ്റിയ ആളല്ല. ബോധ്യപ്പെടുകയാണ്. മങ്കൂസ് മൗലിദാകുന്ന ഞങ്ങളുടെ മൗലിദ് അതിന്റെ മുമ്പിൽ പിടയുന്ന വല്ല അറിവിന്റെ ആളാപ്പത്. ഒന്ന് കേട്ടോളൂ നിങ്ങൾ, ഒന്ന് വെച്ചോടുക്ക്. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ഗംഭീരമായ ജലപ്രളയം, തൂഫാനുണ്ടായി, വെള്ളപ്പൊക്കമുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെപ്പറ്റി പറയുന്നെന്താ, വനജ്ജൈനാഹു വഅഹ്ലഹു മിനൽ കർബിൽ അളീം. ലൂത്ത് അലൈഹി ഇസ്ലാമിനെയും ആ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ അഹ്ലുകാരെയും നജ്ജൈന, നമ്മളാണ് രക്ഷപ്പെടുത്തിയത്. ഖുർആനിൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ലൂത്ത് നബി അല്ലോ, നൂഹ് നബി അലൈഹി ഇസ്ലാം കാലത്ത് ആ തൂഫാനുണ്ടായത്. അങ്ങനെ തന്നെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ആ തൂഫാനുണ്ടായത്. പടച്ചോൻ ഖുർആനിൽ പറയുക, നജ്ജൈനാഹു, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെ നമ്മളാണ് രക്ഷിച്ചത്, വഅഹ്ലഹു, അദ്ദേഹത്തിന്റെ അഹ്ലുകാരെയും നമ്മളാണ് രക്ഷിച്ചത് എന്ന് പടച്ചോൻ പറയാം. ഒരായത്തിലല്ല, വേറെയും ആയത്തില്, വഅൻജൈനാഹു വഅസ്ഹാബസ് സഫീനത്തി വജഅൽനാഹാ ആയത്തൻ ലിൽ ആലമീൻ. മുസ്ലിയാക്കന്മാരെ, ആലിമീങ്ങളെ, ഉസ്താദുമാരെ, ഒന്ന് മനസ്സ് തുറക്ക്. വഅൻജൈനാഹു, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെയും വഅസ്ഹാബസ് സഫീനത്തി, ആ കപ്പലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും നമ്മളാണ് രക്ഷിച്ചത്. അല്ലാഹു ഖുർആനിൽ പറയാ. ഇത് നമ്മൾ വിശ്വസിക്കണ്ടേ? വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മുഅ്മിനാണ്, വിശ്വസിച്ചില്ലെങ്കിലോ കാഫിറ. ഇതിന്റെ വിപരീതം വിശ്വസിച്ചാലോ തനിച്ച കാഫിറാണ്, അല്ലേ? എന്നാ കേട്ടോ, വസ്തഗാസ ബിഹി നൂഹും ഫനജാ മിനർ റദാ. വസ്തഗാസ ബിഹി, മുഹമ്മദ് നബിയോട് സഹായം തേടി നൂഹ്. അറിവ് സമാധാനത്തിലാണ്. സോറി, അദ്ദേഹം പറഞ്ഞ പോലെ എന്റെ അടുത്ത് ധാരണപ്പഴേ വന്നതാട്ടോ. കുറെ ദിവസമായി പരിപാടിക്കൊന്നും പോലില്ല, വലിയ വയസ്സനായി, 19 വയസ്സോളായി. അപ്പൊ ധാരണ വെച്ചത് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ലൂത്ത് നബി അല്ല. ഇയാളൊക്കെ പരിപാടിക്ക് പോയാൽ എങ്ങനെ ഉണ്ടാവും? കഷ്ടം തന്നെ ആയിരിക്കും, പറഞ്ഞിട്ട് കാര്യമില്ല. ഇയാളായാലും മുജാഹിദ് ബാലുശ്ശേരി ആയാലും, ഇപ്പൊ എ പി അബ്ദുൽ ഖാദർ മൗലവിന്റെ കാര്യം അവളെ മൗലവി പറഞ്ഞു. എന്ത് പഠിക്കുന്ന കാലത്ത് കിതാബ് ഓതലല്ല പണി, പിന്നെ കിതാബിന്റെ ഉള്ളിൽ മാതൃഭൂമി വെക്കലാണ്. മാതൃഭൂമി നമ്മളെ ബാലുശ്ശേരി കക്കൂസ് എന്ന് വായിച്ച പത്രം, അതാണത്. അതാണ് കാര്യമായ പണി. എങ്ങനെ എ പി അബ്ദുൽ ഖാദർ മൗലവിക്ക് ഈ സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ മടിയത്രേ? എങ്ങനെ മടിയില്ലാതിരിക്കും? എ പി അബ്ദുൽ ഖാദർ മൗലവിയെ ഞങ്ങൾ ഏതൊക്കെ രൂപത്തിൽ അടക്കി നിർത്തേണ്ടതുണ്ടോ ആ രൂപത്തിലൊക്കെ ഒരു മൂലയിലിരുത്തിയിട്ടുണ്ട്. ആരാണത് ഇരുത്തിയതെന്നറിയുമോ? അതേ കൊട്ടപ്പുറത്ത് വെച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ് ഇനി ഒരിക്കലും പൊങ്ങാത്ത രൂപത്തിൽ എ പിയെ കബറടക്കിയിട്ടാണ് കൊട്ടപ്പുറത്ത് നിന്ന് പടിയിറങ്ങിയത്. അതിന്റെ അലയൊലികളാണ് ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ സമയത്ത് ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ഇനിയോ ഇതാണ് അത് പണി വേറെയാണേ. നമ്മളെ പണ്ഡിതന്മാർ ഓതാൻ പോകും, ഇവലെ അറിവ് സമാധാനത്തിന് എന്ന് പറഞ്ഞിരിക്കും. ഇതിൽ ഒരു മൗലവിന്റെ പണി എന്താണ്? അയാൾ ഹോട്ടലിൽ ചായ പാരുന്ന ആളാണ്. രാത്രിയായാൽ ഒന്നുമില്ല, അയാൾ പ്രസംഗിക്കാനും പോവും. ബാലുശ്ശേരിയുടെ പണികളൊന്നും കേട്ടോ. മുജാഹിദ് ബാലുശ്ശേരിന്റെ പണി എന്താണ് അന്ന് വെച്ചുകൊടുത്തു.
എങ്ങനെ അറിവ് കിട്ടുന്നൊക്കെ? ഞാൻ ഹോട്ടലിൽ ചായയും മറന്നിട്ടുണ്ട്, ഗ്ലാസും കഴിയിട്ടുണ്ട്, പാറക്കുറിയിൽ പണിയെടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ നടത്തുന്ന ഹോട്ടലിൽ ഇപ്പോഴും. എന്നാൽ ആ പണിയെടുത്ത് നടന്നാൽ മതി, ദീന് പറയാൻ വരരുത്. അതിനിവിടെ പണ്ഡിതന്മാരുണ്ട്. അതിനൊരിക്കലും ഇത്തരം ആളുകളുടെ ആവശ്യമില്ല. ഇതാണ് ഞങ്ങൾക്ക് ഇവിടെയും പറയാനുള്ളത്. ഇനിയോ ഈ കമ്പനി മൊത്തം അങ്ങനെ കേട്ടോ. ഒരു ഉദാഹരണം കൂടി പറയാം. പറഞ്ഞപ്പോ നമ്മളെ മുജാഹിദിന്റെ ആശയം ജനങ്ങളിലേക്ക് തന്ത്രപരമായി ഇറക്കിക്കൊടുക്കുന്ന ഒരു ടീമുണ്ട്, തബ്ലീഗ് ജമാഅത്ത് നവലപ്പി. അതും കൂടി പറയണല്ലോ. കൂട്ടത്തിൽ എല്ലാവർക്കും വരും, അതാ ഇറങ്ങുമ്പോ എല്ലാവർക്കും കൂടി വരും. അതെന്തായാലും അങ്ങനെ തന്നെയാണ്. തബ്ലീഗ് ജമാഅത്ത് ചിലപ്പോ തൊപ്പിയുണ്ടാകും, നല്ല താടിയുണ്ടാകും, തസ്ബീഹുമാരുണ്ടാകും. പക്ഷേ ഈ തൊപ്പിയും താടിയും എല്ലാം വെച്ച് ഈ സമുദായത്തിൽ വഹാബിസം ഇറക്കുമതി ചെയ്യുക, അറിവില്ലായ്മ ഇറക്കുമതി ചെയ്യുക. അവരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് അറിവില്ല എന്നത് തന്നെയാണ്. എന്നിട്ട് എന്ത് ചെയ്യാ? ജമാഅത്തിന് കൊണ്ടുപോവാണ്. ജമാഅത്ത് 40 ദിവസം. എന്നിട്ട് ഈ 40 ദിവസം ഇവർക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ. ഈ പഠിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളിലധികവും നമ്മളെ ബാലുശ്ശേരി പഠിപ്പിക്കുന്ന പോലെയാണ്. ഒരു അന്തുമില്ല. എന്താണ് പഠിപ്പിക്കേണ്ടത് എന്ന് പോലും അറിയുന്നില്ല. വല്ലാത്ത ഒരു കഷ്ടം. ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു, വഹാബിസം വലിച്ചെറിയേണ്ട പോലെ ഇല്യാസ് അദ്ദേഹമുണ്ടാക്കിയ മുസ്ലിം സമുദായത്തെ അനൈക്യത്തിന്റെ മാർഗത്തിലേക്ക് തള്ളിവിടാനുണ്ടാക്കിയ തബ്ലീഗ് ജമാഅത്ത് വലിച്ചെറിയേണ്ടതാണെന്ന് ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരൊറ്റ തബ്ലീഗിൽ ഒരാൾ പെട്ടുപോകേണ്ട. കാരണം അതൊക്കെ ജാഹിലീങ്ങളുടെ സംഘടനയാണ്. ആലിമീങ്ങൾ ആരും അതിലില്ല. ഉള്ളവരുണ്ടെങ്കിൽ തന്നെ അവരെ നാവിനൊക്കെ സീല് വെക്കപ്പെട്ടുപോയി. വഹാബിസം അവരെ പിന്നോട്ട് വലിക്കുന്നു, അല്ലെങ്കിൽ തബ്ലീഗിസം അവരെ പിന്നോട്ട് വലിക്കുന്നു. നമ്മുടെ തബ്ലീഗ് ജമാഅത്തിന്റെ വലിയൊരു നേതാവുണ്ട്, സുബൈർ കൗസരി നാമൂപ്പരുടെ പേര്. എറണാകുളം ഭാഗത്ത് ഇവരെ വലിയ അമീറാണ്, അമീറിന്റെ അമീറാണ്. അപ്പൊ ഏറ്റവും വലിയ നേതാവായിരിക്കും ഇയാള്. കുറെ തബ്ലീഗാരായ ആളുകളെ വിളിച്ചുകൂട്ടിയിട്ട് മയ്യത്തിനെ എങ്ങനെ കഫൻ ചെയ്യാ, എങ്ങനെ കുളിപ്പിക്ക, എങ്ങനെയാണ് മയ്യത്തിന്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇയാൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പക്ഷേ ഇതിങ്ങനെ കണ്ടപ്പോ മനസ്സിലായി, ഇയാള് ഒരാള് മരിച്ചിട്ടില്ല, മരിക്കാത്ത ഒരാളെ മരിച്ച രൂപത്തിൽ കെടുത്തിയിട്ടൊക്കെ ചെയ്തു കൊടുക്കാണ്. കുളിപ്പിക്കലും കഫൻ ചെയ്യലും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കാണ്. ഏതായാലും ഒരു മരിച്ച ആൾക്കാണ് ഇയാൾ ആ രൂപത്തിൽ ചെയ്തതെങ്കിൽ അയാൾ എഴുന്നേറ്റ് രണ്ടു കൊടുക്കും. അതുറപ്പാണ്. ആ രൂപത്തിലുള്ള മയ്യത്ത് സംസ്കരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിവരമില്ലായ്മയുടെ കമ്പനി എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. പെട്ടുപോയവർ ചിന്തിച്ചോ, ഇവരൊറ്റ ഒന്ന് മതി. ഈ ജാഹിലീങ്ങളുടെ സംഘടനയിൽ നിങ്ങൾ അംഗമായാൽ നിങ്ങളെ അവരെ കൊണ്ടുപോകുന്നത് നരകത്തിലേക്കാണെന്ന മസ്അല എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ മറന്നുപോകരുത്. ഇയാൾ മരിച്ച ഉടനെ താടികെട്ടുന്നുണ്ടല്ലോ, താടികെട്ട കണ്ണ് ചിമ്മിക്കും, താടികെട്ടുമല്ലോ, അത് കാണിച്ചു കൊടുക്കുകയാണ് നമ്മളെ മൗലവി സുബൈർ കൗസരി. തബ്ലീഗ് നേതാവാണ്. നമ്മളെ ബാലുശ്ശേരിന്റെ ജ്യേഷ്ഠനാവാൻ പറ്റൂ ഏകദേശം, വെറുതെ പറയല്ല. അപ്പൊ താടി കെട്ടുമ്പോ ഇയാള് ഈ താടി കെട്ടിയത് കണ്ടിട്ടും കൂടിയില്ല ഈ കാലം വരെ. അങ്ങനെ ഈ ചെവിയുടെ ഇപ്പുറത്തുകൂടി കിട്ടും, ചെവി അപ്പുറം ഇങ്ങോട്ട് കെട്ടുകയാണ്. എന്നിട്ട് ലാസ്റ്റ് നോക്കുമ്പോ അത് ഈ കഴുത്തിലാണ് ഈ കയറ് മുറുകുന്നത്. ഇത് ഈ കാതിന്റെ പുറത്തുകൂടി കെട്ടിയ സാധനല്ലേ. ഇയാൾ ഈ കഴുത്തിന് കെട്ടിയിട്ട് ഞാൻ കരുതിപ്പോയി ആ കെടുക്കുന്ന ആൾ എന്തായാലും മരിച്ചിട്ടുണ്ടാവും. ആ രൂപത്തിലുള്ള കെട്ടാണ്. എന്നിട്ട് എത്ര കെട്ടിയിട്ട് നോക്കണില്ല. അവസാനം ഇയാൾ പറഞ്ഞ് ഇതൊരു അത്ര വലിയ സുന്നത്തൊന്നല്ല. കാരണം എന്താ, ഇത് നടക്കണില്ല. പഠിക്കാതെ ജമാഅത്ത് എന്ന് പറഞ്ഞ് ഓടി നടന്നാല്, അറിവ് സമാധാനത്തിൽ നിന്ന് ബാനർ എഴുതി കുത്തിരുന്നാലും നടക്കൂലത്. പഠിക്കണം. അതാ ഞങ്ങൾ പറയുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിവരമുള്ള പണ്ഡിതന്മാര് പറയുന്ന മാർഗത്തിലേക്ക് വന്നോ, പരലോകമാണ് ലക്ഷ്യമെങ്കിൽ ഒന്ന് കാണിച്ചുതരാം. എന്റെ ആദ്യം മുതൽ താഴെ താടി കെട്ടുന്നതൊന്നും ശരിക്കും ശ്രദ്ധിച്ചോട്ടോ. നമ്മളെ മൗലവിയാണ്, നോക്കിക്കോളൂ. ശരിക്കും നോക്കിക്കോളൂ. നല്ല കെട്ടലാ. അയാളെ കടുത്ത് കുടുക്കി പോകുന്ന ജാതിയാണ്. മറ്റവർക്കറിയില്ല. നല്ല കെട്ട. എന്താ ഇപ്പോ ഈ കെട്ട് സുന്നത്തൊന്നുമല്ല. അതാ നല്ലത്. ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ മയ്യത്തിനോടുള്ള ആദരവിന്റെ പേരിൽ, മയ്യത്തിനെ പരിഗണിക്കുന്നതിന്റെ പേരിൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ. സുബ്ഹാന ജല്ല ജലാലുഹു. അയാൾ എന്തായാലും കഥ കഴിഞ്ഞിട്ടുണ്ടാവും.
അത് സുന്നത്തൊന്നല്ല. അത് ഇയാൾക്കറിയാത്ത സുന്നത്തല്ലാതാ? ഉസ്താദുമാരോട് ചോദിച്ചു നോക്ക്. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ശറഹുൽ മുഅ്തമിൽ വരെ പറഞ്ഞു താടികെട്ടൽ സുന്നത്താണ്. ഇയാൾക്കത് അറിയാത്തതുകൊണ്ട് സുന്നത്തല്ല എന്ന് പറയും. ഇത് മൊത്തം പൊട്ടത്തിനാ. അത് പറഞ്ഞപ്പോ അതന്നെ പറയേണ്ടി വരും. ഈ ഒരൊറ്റ CD അത് മതി. ഒരുപാട് പറയുന്നതൊക്കെ ഇയാൾ പിന്നെ പറയുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ എന്തെന്നറിയോ, ഒളുവിന്റെ അവയവത്തിലൊക്കെ പഞ്ഞി വെക്കണം, സുഗന്ധം. സുജൂദിന്റെ അവയവത്തിൽ എന്നാ നമ്മൾ പറയല്. ഇയാളത് കൊണ്ടുപോയിട്ട് ഒളുവിന്റെ അവയവത്തിൽ പെട്ടെന്നല്ല ആവർത്തിച്ച് പറയാണ്. പിന്നെ ലാസ്റ്റ് പറയുന്നുണ്ട് ഒളുവിന്റെ അവയവമായ കാലിന്റെ മുട്ടിലും പഞ്ഞി വെക്കണം. എന്താണ് ചെയ്യാ? ഈ വിവരമില്ലായ്മ പറഞ്ഞാൽ ഇവരെ അവസ്ഥ നോക്കുമ്പോ എനിക്ക് എങ്ങനെ ഇതിന് മറുപടി പറയും? കാരണം അറിവില്ലാത്ത കമ്പനി അറിവ് സമാധാനത്തിൽ എന്ന് പറഞ്ഞ് ബാനർ വെച്ചിട്ട് സമ്മേളനം, അതിനോട് ഞങ്ങൾക്ക് പ്രതികരിക്കാൻ വയ്യ. ഈ വിരോധാഭാസത്തിന് മിസ്റ്റർ സക്കരിയ സലാഹി പ്രതികരിക്കുന്നു. ഒന്ന് പ്രതികരിക്കൂ നമ്മളെ സക്കരിയ സലാഹി. വെക്ക്. ഇതെന്താ സംഭവം എന്ന് കൂടി പറഞ്ഞു. ഇയാൾ കണ്ണൂർ ജില്ലയിൽ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയി. ഇയാൾ പോയത്തെ മാത്രം പറഞ്ഞപ്പോ സദസ്സെന്ന് ആരോ ഒരാൾ കൂക്കി. ഇയാൾ അങ്ങോട്ടും കൂക്കി. ഇയാൾ ആരാള്? ഇവരെ ജംഇയ്യത്തുൽ ഉലമന്റെ പ്രധാനപ്പെട്ട അംഗം. നമ്മളെ പേരോട് ഉസ്താദ് എ പി ഉസ്താദ് എന്നൊക്കെ പറഞ്ഞ അതേ മർത്തബിലുള്ള ആളാ. എന്നാ ഒരു കൂക്കോട് നിർത്തിയില്ല, 10 കൂക്കലാണ്. നിങ്ങൾക്കൊക്കെ സമ്മേളനമൊക്കെ നിർത്തിയിട്ട് ദീന് പറയൽ നിർത്തിയിട്ട് കുറുക്കന്മാരെ പോലെ കൂക്കാൻ നടന്നോ? അതാണ് നല്ലത്. കൂക്ക്, മുഴുവൻ കൂക്ക്. മുജാഹിദ് പ്രസ്ഥാനം എന്ന് മനസ്സിലാക്കട്ടെ ആളുകൾ. വെക്ക്. കണ്ടില്ലേ? അതാണ് കണ്ടു. ഇതാണ് വഹാബിസം. ഇപ്പൊ ഇയാളെ കണ്ട് ചെറിയ മക്കൾ പറയാണ് കുറുക്കം വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഉത്തരവാദിയാ? അത് കൂക്കുമ്പോ ശ്രദ്ധിക്കണ്ടേ? ഇത് ഞങ്ങൾക്ക് ഈ ശൈലിയില്ല. ഞങ്ങളെ ഉസ്താദുമാര് കിതാബ് ഓതി പഠിക്കുമ്പോ നിങ്ങൾ കുറുക്കന്റെ പണിയെടുത്ത് നടന്നു എന്നിട്ട് ബാനറിൽ അറിവ് സമാധാനത്തിന് എന്ന് എഴുതി വെച്ചാൽ അതേറ്റവും വലിയ പിടിത്തമാണ്. ഇനിയോ മുജാഹിദ് ബാലുശ്ശേരി പറയാണ് ഇയാൾ മൗദൂദി സാഹിബിക്ക് ഒരു അറബി ഭാഷയിൽ ഒന്നും അറിയില്ല, അയാൾ വെറുതെ നേതാവായതാണ്. ഇയാളോ മുജാഹിദ് ബാലുശ്ശേരി വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഞാൻ ഒരൊറ്റ കിതാബ് ഓതിയിട്ടില്ല, ഞാൻ ആ വഴിക്ക് പോയിട്ടില്ല, ഞാനാകെ 2 കിതാബേ കണ്ടിട്ടുള്ളൂ. അത് ഖുർആൻ പരിഭാഷ, ഒന്ന് ബുഖാരിന്റെ പരിഭാഷ. അതാണ് ഇപ്പൊ ഖുർആനും സുന്നത്തും എന്ന് പറഞ്ഞത്. നിങ്ങൾ എങ്ങനെ ഈ അറിവ് സമാധാനത്തിന് എന്ന പോസ്റ്ററും എന്ന പ്രമേയം ഉണ്ടാക്കിയത്? നിങ്ങളുടെ വിവരവും ഒരു കിതാബ് ഓതി പഠിച്ച ഒരാളെ മുമ്പില് ഒരു അരമണിക്കൂർ സംസാരിച്ച് ഒരു ഇബാദത്ത് വായിക്കാൻ കഴിയാത്ത നിങ്ങളാണോ ഈ ഒരു പ്രമേയം വെച്ച് സംസാരിക്കുന്നത്? അത് ബാലുശ്ശേരി പറയട്ടെ, അദ്ദേഹം ഒരു കിതാബ് ഓതിയിട്ടില്ല. എന്നാ പിന്നെ അത് വിഷയം തീരുമാനമോലോ. ആദ്യം പോയി ഓതി നന്നായി വരി, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാവുന്നതാണ്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഈ കേരളത്തിലൊക്കെ നടക്കുന്നതിനെപ്പറ്റി നിങ്ങൾ വലിയ ആലിമ്, നിങ്ങൾ വലിയ കിതാബ് ഓതിയ മനുഷ്യൻ എന്ന് ചിലരുടെയെങ്കിലും മനസ്സിൽ തോന്നും. ഞാൻ ഒരു കിതാബ് ഓതിയിട്ടില്ല, ഈ ഖുർആനും സുന്നത്തും അല്ലാത്ത കിതാബ്. പാള കിതാബ് വായിക്കാൻ എനിക്ക് സമയമല്ല, അല്ലാതെ തന്നെ ധാരാളം വായിച്ചാൽ തീരൂല ഖിയാമത്ത് നാൾ വരെ. അതുകൊണ്ട് അത് വായിച്ചിട്ടാ പറയണേ, അതിന്റെ അപ്പുറത്തുള്ളൊന്നും എനിക്കറിയില്ല. അള്ളയും റസൂലും പഠിപ്പിച്ചേ മതി സ്വർഗത്തിലേക്ക് എന്ന് മിനിമം വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അതിലപ്പുറത്ത് അതിന് ചങ്ങാതി അള്ളയും റസൂലും പഠിപ്പിച്ചത് അറബിയിലല്ലേ? അത് കിട്ടണമെങ്കിൽ ഈ നെഹ്റും സർഫൊക്കെ പഠിക്കണ്ടേ? അതൊന്നും പഠിക്കാതെ പരിഭാഷയും നോക്കിയാൽ നിനക്കുണ്ടോ ദീനറിയുന്നു? നീ ആദ്യം പോയിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സർവാളുകൾക്കും എങ്ങനെ കിതാബ് വായിക്കാം എന്ന ഒരു അറിവെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വെറുതെ അല്ല ഞങ്ങൾ പറഞ്ഞത്. എന്ത് അറിവ് സമാധാനത്തിനാണ്, പക്ഷേ വഹാബിസം അസ്വസ്ഥതക്കാണ്. നമ്മുടെ പ്രവർത്തകർ ഇവിടെ നോട്ടീസ് മുജാഹിദ് സമ്മേളനത്തിന് വന്നവർക്കും എല്ലാവർക്കും വിതരണം ചെയ്തു. എന്താ? വഹാബിസം അസ്വസ്ഥതക്ക്. അത് ഇവർക്ക് നന്നായി കൊള്ളേണ്ടടുത്ത് കൊണ്ടു. അത് ഏറ്റവും വലിയ ജോറായി പ്രസംഗിക്കുന്നുണ്ട്. ആരെന്നറിയോ? നമ്മളെ ഹുസൈൻ സലഫി സമ്മേളനത്തിൽ രണ്ടത്താണിയിൽ കാര്യമായി പറയുന്നു, വഹാബിസം ഞങ്ങൾ അറിവ് സമാധാനത്തിന് എന്ന് പറഞ്ഞപ്പോ ചില ആളുകൾക്ക് ഇത് അസ്വസ്ഥതയായി അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ജനങ്ങളെ വികാരം കൊള്ളിക്കുന്നു. ആര്? നമ്മുടെ ഹുസൈൻ സലഫി. ഈ ജനങ്ങളെ തിരിച്ചു കൊണ്ടുപോകുവാനുള്ള ഏറ്റവും വലിയ ശ്രമങ്ങളാണ് രാജ്യത്തിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ഈ മഹത്തായ സമ്മേളനം ഇവിടെ പങ്കെടുത്തവർക്കും വീക്ഷിച്ചവർക്കുമൊക്കെ സമാധാനമാണ് നൽകിയത്.
സമാധാനത്തിന്റെ സമ്മേളനമാണെന്നാണ് എല്ലാവരും ഇതിനെ അഭിപ്രായം പറഞ്ഞിരുന്നത്. പക്ഷേ ചില ആളുകൾക്ക് ഈ സമ്മേളനം ദഹിച്ചിട്ടില്ല. ഈ സമ്മേളനം അവർക്ക് സമാധാനമല്ല പോലും. അവർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സ്ഥലങ്ങളിലൂടെ നോട്ടീസുകളിലൂടെ ജനങ്ങളെ അറിയിച്ചു. അറിവ് സമാധാനത്തിന് തന്നെയാണ്, പക്ഷേ വഹാബിസം അത് അസ്വസ്ഥതയാണ് എന്ന്. വഹാബിസം അസ്വസ്ഥത പകരുന്നു ചിലർക്ക്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എന്താണ് വഹാബിസം? മുജാഹിദ് പ്രസ്ഥാനം മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് പകർന്നു കിട്ടിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ജനങ്ങൾക്ക് മുമ്പാകെ വളരെ കൃത്യമായ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് തുറന്നു പ്രഖ്യാപിക്കുമ്പോൾ ചില കേന്ദ്രങ്ങളിൽ അത് ഞെട്ടലുളവാകുകയാണ്. അവർക്ക് അസ്വസ്ഥതയാണ്. ഞങ്ങൾക്കറിയാം, ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ വിശ്വാസികൾക്കും എല്ലാവർക്കും അറിയാം, ഇവർക്ക് അസ്വസ്ഥത തന്നെയാണ്. മുജാഹിദ് പ്രസ്ഥാനം അസ്വസ്ഥത തന്നെയാണ് ഇവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. കാരണം യഥാർത്ഥമായ സത്യവിശ്വാസത്തിന്റെ പാത വിശദീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഈ സത്യസന്ദേശത്തിന്റെ പാതയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സ്വന്തം കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്ന ദയനീയമായ രംഗം കണ്ട് നിൽക്കാൻ സാധിക്കാതെ കല്ലേറുകളിലൂടെ, ഊക്കുവിളികളിലൂടെ, ബഹിഷ്കരണങ്ങളിലൂടെ, മഹല്ല വിലക്കുകളിലൂടെ, അതുപോലെയുള്ള ഊരുവിലക്കുകളിലൂടെ ഈ പ്രസ്ഥാനത്തെ അടിച്ചൊതുക്കാമെന്നാണ് പലരും കണക്ക് കൂട്ടിയത്. പക്ഷേ സാധ്യമല്ല. ഇത് തീയിൽ മുളച്ച പ്രസ്ഥാനമാണ്. ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നതിന്റെ മുമ്പ് ഓരോ എംഎസ്എംകാരനും ഓരോ മുജാഹിദും മനസ്സിലാക്കേണ്ടത് ഇതാദർശത്തിന്റെ കരുത്ത് പകരുന്ന സമാധാനത്തിന്റെ പ്രസ്ഥാനമാണ്. സമാധാനത്തിന്റെ പ്രസ്ഥാനം